ഗുരുഭവനപുരിയിൽ വാഴും എൻ്റെ മണിവർണ്ണൻ ദുരിതമെല്ലാം തീർത്തു തരും എൻ്റെ മണിവർണ്ണൻ മയിലിനൊത്തു ആട്ടമാടും എൻ്റെ മണിവർണ്ണൻ കുയിലിനൊത്തു പാട്ടുപാടും എൻ്റെ മണിവർണ്ണൻ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ സുരജനങ്ങൾ വന്ദിക്കുന്ന ദേവനെന്റെ കണ്ണൻ തരജനങ്ങൾ പൂജിക്കുന്ന ദേവദേവൻ കണ്ണൻ ഗോപികൾക്കു മുന്നിലെത്തി ആടിടുന്ന കണ്ണൻ ഗോപരുത്തു കാട്ടിലേക്കു പോയിടുന്ന ബാലൻ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ മാതുലനെ നിഗ്രഹിച്ച വീരനെന്റെ കണ്ണൻ മരണഭയം മാറ്റിടുന്ന താമനെന്റെ കണ്ണൻ ഗോപികൾ തൻ ചേലയെല്ലാം വാരിയവൻ കണ്ണൻ ദ്രൗപദിക്കു ചേല നൽകി കാത്തവനൻ കണ്ണൻ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ സൂര്യനേക്കാൾ ശോഭയുള്ള സുന്ദരനൻ കണ്ണൻ ചന്ദ്രവംശജാതനായ സുന്ദരനൻ കണ്ണൻ രാധികയ്ക്കു പ്രേമമേകി കാമദേവൻ കണ്ണൻ രുക്മിണിക്കു കാന്തനായി ദ്വാരകേശൻ കണ്ണൻ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ അർജുനന്റെ സാരഥിയ തേർത്തടിച്ച സൂതൻ അന്തണന്റെ അവിലെടുത്തു അമൃതമേകി കണ്ണൻ അത്യപൂർവ ഗീതയേകി യോഗിവര്യൻ ദേവൻ അമ്പയച്ച വേടനെയും കാത്ത പുണ്യം കണ്ണൻ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഭക്തിയോടെ പാടിടുകിൽ ഓടിയെത്തും കണ്ണൻ ഭക്തജന ചിത്തങ്ങളെ കോവിലാക്കും കണ്ണൻ ഭാഗവത വേദികളിൽ ഓടിയെത്തും ദേവൻ ഭവമൊഴിയാൻ ഭക്തിയോടെ പാടിടുക നമ്മൾ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 നന്ദനന്ദന ശ്രീകൃഷ്ണ നന്ദനന്ദന ശ്രീകൃഷ്ണ ഹരിത ചോര ശ്രീകൃഷ്ണ ഹരിത ചോര ശ്രീകൃഷ്ണ മാതുല നിഗ്രഹ ശ്രീകൃഷ്ണ മാതുല നിഗ്രഹ ശ്രീകൃഷ്ണ മധുരാനാഥ ശ്രീകൃഷ്ണ മധുരാനാഥ ശ്രീകൃഷ്ണ കൃഷ്ണ കൃഷ്ണ ശ്രീകൃഷ്ണ കൃഷ്ണ കൃഷ്ണ ശ്രീകൃഷ്ണ രാധേ കൃഷ്ണ ശ്രീകൃഷ്ണ രാധേ കൃഷ്ണ ശ്രീകൃഷ്ണ യാദവനന്ദന ശ്രീകൃഷ്ണ യാദവനന്ദന ശ്രീകൃഷ്ണ കേശവ മാധവ ശ്രീകൃഷ്ണ കേശവ മാധവ ശ്രീകൃഷ്ണ ഭരതഗവർണ ശ്രീകൃഷ്ണ ഭരതഗവർണ ശ്രീകൃഷ്ണ ഭരതഗവർണ ശ്രീകൃഷ്ണ ഭരതഗവർണ ശ്രീകൃഷ്ണ ദാസജനപ്രിയ ശ്രീകൃഷ്ണ ദാസജനപ്രിയ ശ്രീകൃഷ്ണ കൃഷ്ണ കൃഷ്ണ ശ്രീകൃഷ്ണ കൃഷ്ണ കൃഷ്ണ ശ്രീകൃഷ്ണ രാഘവ
ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണ ഗുരുവായൂരപ്പ ശ്രീകൃഷ്ണ ഗുരുവായൂരപ്പ ശ്രീകൃഷ്ണ ഗുരുവായൂരപ്പ ശ്രീകൃഷ്ണ ഗുരുവായൂരപ്പ ശ്രീകൃഷ്ണ രാധേ രാധേ ശ്രീകൃഷ്ണ രാധേ രാധേ ശ്രീകൃഷ്ണ രാധേ രാധേ ശ്രീകൃഷ്ണ രാധേ രാധേ ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണ ഹരി ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണ ഹരി ശ്രീകൃഷ്ണ ഗോവിന്ദ 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 ഹരി ശ്രീകൃഷ്ണ ഗോപാല ഹരി ശ്രീകൃഷ്ണ ഗോപാല ഹരി ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരി ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരി ശ്രീകൃഷ്ണ ഗോപാല ഹരി ശ്രീകൃഷ്ണ ഗോപാല ഹരി ശ്രീകൃഷ്ണ കാളിയവർദ്ധന ശ്രീകൃഷ്ണ കാളിയവർദ്ധന ശ്രീകൃഷ്ണ ഹംസദശോധന ശ്രീകൃഷ്ണ സദശോധന ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണ ഹരി 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 ശ്രീകൃഷ്ണ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹര ഹര നമ പാർവതി പതയേ ഹര ഹര മഹാദേവ ജാനകീകാന്ത സ്മരണം ജയ ജയ രാമ രാമ ഗോപികാ ജീവന സ്മരണം ഗോവിന്ദ ഗോവിന്ദ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ യൂയം നിർലോകേ ബദഭൂരിഭാഗ ലോകം പുനാനാമുനയോഭിയന്തി യേഷാം ഗൃഹാനാവസതീതി സാക്ഷാത് ഗൂഢം പരം ബ്രഹ്മമനുഷ്യലിംഗം സവാ അയം ബ്രഹ്മമഹദ്വിമൃഗ്യ നിർകൈവല്യ നിർവാണ സുഖാനുഭൂതി പ്രിയ സുഹൃത്വ ഘനുമാതുലേയ ആത്മാർഹണീയോ വിധികൃ ഗുരുശ്ച നയസ്യ സാക്ഷാൽ ഭവപത്മജാദിഭി രൂപം ധിയാ വസ്തുതയോപവർണിതം മൗനേന ഭക്ത്യോപശമേന പൂജിത പ്രസീദതാമേഷ സാത്വതാം പതി. ഭഗവാന്റെ അതിദിവ്യമായ നരസിംഹാവതാര കഥ രാജസൂയ യാഗവേദിയിൽ ധർമ്മപുത്ര മഹാരാജാവിനെ മുഖ്യ ശ്രോതാവാക്കിക്കൊണ്ട് നാരദ മഹർഷി ഭക്തിസൂത്രത്തിൻ്റെ ആചാര്യനായിരിക്കുന്ന നാരദൻ ഭക്തി നിർഭരമായ വാക്കുകളിലൂടെ പറഞ്ഞു ഈ ധർമ്മപുത്രനെ നിങ്ങളെപ്പോലെ ഭാഗ്യവാന്മാര് ലോകത്തിൽ ആരുമില്ല. യൂയം ലോകേ ബദ ഭൂരിഭാഗ. കാരണം എന്താ? സാക്ഷാൽ ആ ഭഗവാൻ നിങ്ങളുടെ ഗൃഹത്തിൽ ഒരു മനുഷ്യനെ പോലെ ലീലകൾ ആടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ കൂട്ടുകാരനായി, നിങ്ങളുടെ മിത്രമായി, നിങ്ങളുടെ അമ്മാവന്റെ മകനായി, അങ്ങനെ ദൂതനായും സൂതനായും ഒക്കെ ചിലപ്പോ പരിചാരകനായി വരെ ആ ഭഗവാൻ ലീലയാടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ആ ഭഗവാൻ നമ്മളിലൊക്കെ പ്രസാദിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ആ രംഗം നാരദ മഹർഷി അവിടെ നിർത്തണം. ഏതായാലും നാരദ മഹർഷി ഇത് പറയാനുണ്ടായ കാരണം എന്താ? ധർമ്മപുത്ര മഹാരാജാവിനുണ്ടായ സംശയം രാജസൂയ യാഗവേദിയിൽ വെച്ച്
ചൈത്യപതിയായ ശിശുപാലൻ ഭഗവാന് നേരെ ആക്ഷേപ ശരങ്ങൾ എഴുതപ്പോ ഭഗവാനെ കുറിച്ച് വർണ്ണാശ്രമ കുലാഭേദ സർവധർമ്മ ബഹിഷ്കൃത സ്വൈരവർത്തി ഗുണഹീന എന്നൊക്കെ പറഞ്ഞപ്പോ ആ വാക്കുകൾ പാണ്ഡവന്മാരെയും അവിടെ കൂടിയിരിക്കുന്ന വീരന്മാരായിട്ടുള്ള ആളുകളിലൊക്കെ വലിയ അമർഷവും ദേഷ്യവും ഉണ്ടാക്കി. അവരൊക്കെ ആയുധങ്ങളെടുത്ത് ആ ശിശുപാലനെ വധിക്കാൻ പുറപ്പെട്ടപ്പോൾ ഭഗവാൻ അവരെയൊക്കെ തടഞ്ഞു. തൻ്റെ കാലചക്രമായിരിക്കുന്ന സുദർശനം കൊണ്ട് ശിശുപാലന്റെ ചേതിപതിയുടെ ശിരസ് ഛേദിച്ച് ആ അരിയെ നിഗ്രഹിച്ച് ഭഗവാന്റെ കയ്യിലേക്ക് ആ ചക്രമാകുന്ന അരി അത് തിരിച്ച് ഭഗവാന്റെ കയ്യിലേക്ക് തന്നെ എത്തിച്ചേർന്നു. ആ ചക്രം ഭഗവാന്റെ കയ്യിലേക്ക് എത്തിയതുപോലെ തന്നെ ശിശുപാലനിൽ നിന്നൊരു ജ്യോതിസ് ഭഗവാനിലേക്ക് ലയിച്ചു ചേർന്നു. വാസുദേവേ ഭഗവതി സായുജ്യം ചേതി ഭൂഭുജ. ചേതിപതിക്ക് ഇങ്ങനെ ഒരു സായുജ്യമുക്തി കിട്ടിയപ്പോ ധർമ്മപുത്രർക്ക് വലിയ അത്ഭുതമായി. അപ്പൊ ധർമ്മപുത്രന് ചോദിക്കുകയാണ്, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ? ആരഭ്യ കളഭാഷണാൽ ജനിച്ച അന്ന് മുതൽ സംസാരിച്ചു തുടങ്ങിയപ്പോൾ മുതൽ ഭഗവാനെ കുറിച്ച് ചീത്ത മാത്രം പറഞ്ഞിട്ടുള്ള ഒരാൾക്ക് സത്യത്തിൽ ഇയാളുടെ നാവിൽ വെളുത്ത കുഷ്ഠം വന്ന് നശിക്കേണ്ടതാണ്. അതുണ്ടായില്ല എന്ന് മാത്രമല്ല, അയാൾക്ക് ഭഗവാനിലേക്ക് ലയിച്ചു ചേരാൻ സാധിച്ചു. കഥം തസ്മിൻ ഭഗവതി ദുരവഗ്രാഹധാമനി പശ്യതാം സർവലോകാനാം ലയമീയതുരഞ്ജസ ഏതദ്ഭ്രാമ്യതി മേ ബുദ്ധിർ ദീപാർച്ചിരവ വായുന. കാറ്റത്ത് വിളക്കിന്റെ തിരി ഇങ്ങനെ ഇളകുന്നത് പോലെ എൻ്റെ ബുദ്ധി ഇളകിക്കൊണ്ടിരിക്കും. ഈ ഭഗവാനെ ചീത്ത പറയുകയാണോ വേണ്ടത് ഭഗവാനിലേക്ക് എത്താൻ? ഭഗവാനെ ഭക്തിപൂർവ്വം ആരാധിക്കുന്ന ആളുകൾക്ക് ലഭിക്കാത്ത പുണ്യം ഈ ശിശുപാലന് ലഭിക്കുന്നുവെങ്കിൽ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ? ധർമ്മപുത്ര മഹാരാജാവിൻ്റെ അടുത്ത് സാക്ഷാൽ നാരദ മഹർഷി ഇരിക്കുന്നു. രത്നഖചിതമായ സുവർണ സിംഹാസനത്തിൽ അഗ്രപൂജ സ്വീകരിച്ചും കൊണ്ട് സാക്ഷാൽ ഭഗവാൻ ഇരിക്കുന്നു. നാരദൻ ഭഗവാന്റെ മുഖത്തേക്ക് നോക്കി, ഭഗവാനെ ഇതിന് ഞാൻ മറുപടി പറയണോ അതോ അവിടുന്ന് മറുപടി പറയണോ? ഭഗവാൻ അപാങ്കലീലയ ഭഗവാൻ അവിടുന്ന് കാണിച്ചു. എന്താ? നാരദ പറഞ്ഞോളൂ. നാരദന്റെ കഥ കേൾക്കാനുള്ള നാരായണന്റെ മോഹം അവിടെ കൂടിയിരിക്കുന്ന സകല ആളുകൾക്കും ആ നരഹരിയുടെ നാരായണ ലീല കേൾക്കാനുള്ള വലിയ ഭാഗ്യമായി മാറി. നാരദനും ഇത് വലിയൊരു മോഹമായിരുന്നു, ഭഗവാന്റെ മുമ്പിലിരുന്ന് ഭഗവാന്റെ കഥ പറയണമെന്ന്. ഇതിഹാസ പുരാണങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദ്വാരകാവാസനെ കണ്ടിട്ടുണ്ട് നാരദൻ. എന്തിനാ? ഭഗവാന്റെ ഗൃഹസ്ഥാശ്രമ ലീലകൾ കാണാൻ വേണ്ടി വന്നപ്പോ ഓരോ സ്ഥലത്തും ഭഗവാൻ ഓരോ തരത്തിലുള്ള ലീലകളാകുന്നു. ഒരു പട്ടമഹിഷിയുടെ ഒരു ഭഗവത് പത്നിയുടെ ഗൃഹത്തിലെത്തിയപ്പോ അവിടെ ഭഗവാൻ ഒരു പൗരാണികന്റെ അടുത്തിരുന്ന് ഭഗവത് കഥകളെ കേട്ടുകൊണ്ടിരുന്നു. വലിയ അത്ഭുതമായി നാരദന്. അപ്പൊ ഭഗവാന്റെ മുമ്പിലിരുന്ന് ഭഗവാന്റെ കഥ പറയാൻ സാധിച്ച ആ പൗരാണികനെ പോലെ എനിക്ക് എന്നാണ് ഇത് സാധിക്കുക? ആ ഒരു ആഗ്രഹം നാരദനുള്ളിൽ ചേർത്ത് വെച്ചു. ഭക്തന്റെ ആഗ്രഹം അറിയുന്ന ആളാണ് ഭഗവാൻ. അത് അനുഗ്രഹമായിട്ട് കൊടുക്കണം. തൻ്റെ മുമ്പിലിരുന്ന് നാരദൻ കഥ പറയുമ്പോൾ അത് താൻ മാത്രം കേട്ടാൽ പോരാ, ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾക്ക് അതിൻ്റെ മാധുര്യം അനുഭവിക്കാറാവണം. അതാണ് ഭഗവാന്റെ സങ്കല്പം. അതിന് കാത്തിരുന്നു രാജസൂയ യാഗവേദിയിൽ നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കി നാരദനോട് കഥ പറയാനായിട്ട് ഭഗവാൻ നിർദ്ദേശം കൊടുത്തു. ഇവിടെ ഈ കഥയാണ് പരീക്ഷിത മഹാരാജാവിന് ശ്രീശുബ്രഹ്മർഷിയും പറഞ്ഞു കൊടുത്തത്. ധർമ്മപുത്ര മഹാരാജാവിനുണ്ടായ അതേ സംശയം, ഭഗവാന്റെ സമഭാവനയെ കുറിച്ച് ഒരു സംശയം പരീക്ഷത്തിനുണ്ടായി. എല്ലാവരെയും ഒരേപോലെ കാണുന്ന ഭഗവാൻ ദേവന്മാരുടെ പക്ഷത്തിൽ നിൽക്കുന്നില്ലേ? അസുരന്മാരെ നിഗ്രഹിക്കുന്നില്ലേ? രാക്ഷസന്മാരെ കൊല്ലുന്നില്ലേ? ഇതെന്തുകൊണ്ടാണ്? ഇതിനസ്സു മഹാഭാഗ നാരായണ ഗുണാൻ പ്രതി സംശയ. നാരായണന്റെ ഗുണങ്ങളെ വിചാരിച്ചിട്ട്
ഒരു സംശയം എനിക്ക് തോന്നുന്നു. ഭഗവാന് ഒരിക്കലും അസുരന്മാരെ പേടിക്കേണ്ട കാര്യമില്ല. ദേവന്മാർക്ക് ഹിതം ചെയ്ത് എന്തെങ്കിലും നേടിയെടുക്കാനുമില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ ശിശു ബ്രഹ്മർഷി പറഞ്ഞു, അങ്ങയുടെ ചോദ്യം വളരെ നന്നായി. കാരണം എന്താ? ഹരേശ്ചരിതമദ്ഭുതം ഭഗൽ മാഹാത്മ്യം യത് ഭാഗവത മാഹാത്മ്യം ഭഗവത് ഭക്തിവർദ്ധനം. ഭഗവാന്റെ കഥകളല്ലേ അങ്ങ് ചോദിച്ചത്? അത് ഉള്ളിൽ ഭക്തി നിറയ്ക്കുന്നതാണ്. അങ്ങയുടെ ചോദ്യത്തിനുള്ള മറുപടി ഞാൻ പറയാം. അതിനു മുമ്പ് അങ്ങൊരു കാര്യം മനസ്സിലാക്കണം. ഭഗവാൻ എല്ലാവരെയും ഒരുപോലെ കാണുന്നുണ്ടെങ്കിലും ഭഗവാനെ ആളുകൾ കാണുന്നതിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഭഗവാന്റെ സ്വരൂപത്തിൽ വ്യത്യാസം ഉണ്ടാവും. നല്ലോണം തേച്ചു മിനുക്കിയ കണ്ണാടിയിൽ ബിംബം വളരെ ഭംഗിയായിട്ട് പ്രതിബിംബമായിട്ട് അതിൽ കാണും. എന്നാൽ അതിൽ മാലിന്യങ്ങൾ ഉണ്ടെങ്കിലോ അത് വ്യക്തമായിട്ട് കാണില്ല. ആ മാലിന്യം കുറെ കൂടി കട്ട പിടിച്ചിരിക്കുകയാണെങ്കിലോ ഒട്ടും കാണില്ല. എത്ര അടുത്ത കണ്ണാടി കൊണ്ട് വെച്ചാലും ബിംബം അതിലേക്ക് തെളിയില്ല. ഇതേപോലെ തമോ ഗുണപ്രധാനികളാകുന്ന ആ രാക്ഷസന്മാരെയും രജോ ഗുണപ്രധാനികളായിരിക്കുന്ന അസുരന്മാരെയും ഭഗവാൻ അനുഗ്രഹിക്കുന്നത് നമുക്ക് മനസ്സിലാക്കണം. ഭഗവാൻ അവരെ നിഗ്രഹിക്കുന്നത് പോലും ഭഗവാന്റെ അനുഗ്രഹമാണ് എന്ന് തിരിച്ചറിയൂ. അങ്ങയുടെ മുത്തച്ഛനായ ധർമ്മപുത്ര മഹാരാജാവിന് ഇത്തരത്തിലൊരു സംശയമുണ്ടായപ്പോ അവിടെ സാക്ഷാൽ നാരദ മഹർഷി നൽകിയ ഉപദേശം ഞാൻ അങ്ങക്ക് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടാണ് ഈ നരസിംഹാവതാര കഥ പറയാൻ തുടങ്ങിയത്. നാരദ മഹർഷി ധർമ്മപുത്രരോട് പറഞ്ഞു, അങ്ങയുടെ ഈ ചിന്ത തന്നെ അവിവേകം കൊണ്ട് തോന്നുന്നതാണ്. നിന്ദനസ്തവ സൽക്കാരണ്യക്കാരാർത്ഥം കളേവരം പ്രധാനപരയോ രാജൻ അവിവേകേന കൽപ്പിതം. നിന്ദ, സ്തുതി, പുരസ്കാരം, തിരസ്കാരം, മാനം, അപമാനം, സുഖം, ദുഃഖം, ഭക്തി, ദേഷ്യം, ഇങ്ങനെയുള്ള വിവിധ വിചാരങ്ങളും വികാരങ്ങളും അവിവേകം കൊണ്ട് തോന്നുന്നതാണ്. വിവേകമുണ്ടെങ്കിൽ ഇത് വേണ്ടതുപോലെ മനസ്സിലാവും. സത്യത്തിൽ ഭഗവാൻ എല്ലാം ഒരുപോലെയാണ്. ഭഗവാനെ സ്മരിക്കുന്നുണ്ടോ എന്നാണ്. വേട്ടാളൻ ഒരു പുഴുവിനെ പേടിപ്പിച്ച് മണ്ണിന്റെ കൂട്ടിലടച്ച് ആ മണ്ണിന്റെ കൂട് അടച്ച് അവിടുന്ന് തിരിച്ചു പോകുമ്പോൾ ആ കൂടിനകത്തിരിക്കുന്ന പുഴു തന്നെ കുത്തി നോവിച്ച തന്നെ പേടിപ്പിച്ച വേട്ടാളനെ തന്നെ വിചാരിച്ച് അവസാനം ഈ കൂട് തുറന്ന് വേട്ടാളനായി പുറത്തേക്ക് പറന്നു പോകുന്നത് പോലെ ഭഗവാനെ വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഏതു രൂപത്തിൽ എന്നില്ല. ഏവം കൃഷ്ണേ ഭഗവതി മായാമനുജ ഈശ്വരേ വൈരേണ പൂതമാനസ്തമാപൂരനുചിന്തയാ അനുചിന്തയാ. എപ്പോഴും ഭഗവാനെ വിചാരിച്ച ആളാണ് ഈ ശിശുപാലൻ. ധർമ്മപുത്രരെ, സത്യത്തിൽ നമ്മൾ പോലും ഭഗവാനെ എല്ലാ സമയത്തും വിചാരിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ശിശുപാലൻ അങ്ങനെയല്ല, എപ്പോഴും ഭഗവാനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഭഗവാന്റെ അടുത്ത് കാമമോ ദ്വേഷമോ ഭയമോ സ്നേഹമോ ഇതൊക്കെ ഭഗവാന്റെ അടുത്ത് ഭക്തി പോലെ തന്നെ അങ്ങനെ സമർപ്പിക്കാവുന്നതാണ്. അത് ഏതാണ് എന്ന് ഭഗവാൻ നോക്കാറില്ല, അല്ലേ? ഏത് പൂവ് കൊണ്ടാണ് അർച്ചിക്കുന്നത് എന്ന് ഭഗവാൻ നോക്കാറില്ല, തന്നെ അർച്ചിക്കുന്നുണ്ടോ എന്ന് മാത്രമേ ഭഗവാൻ നോക്കാറുള്ളൂ. ഇതേപോലെ ഏത് തരത്തിലാണ് ഏത് വികാരത്തിലാണ് തന്നെ സ്മരിക്കുന്നത് നോക്കാറില്ല ഭഗവാൻ, തന്നെ സ്മരിക്കുന്നുണ്ടോ എന്ന് നോക്കാറുണ്ട്. ഗോപികമാർക്ക് കാമമായിരുന്നു, കംസന് ഭയമായിരുന്നു, ശിശുപാലൻ തുടങ്ങിയവർക്ക് ദേഷ്യമാണ്, വൃഷ്ണികൾക്ക് ബന്ധുത്വമാണ്, നിങ്ങൾക്ക് സ്നേഹമാണ്, ഞങ്ങളെ പോലുള്ള ഈ മഹർഷിമാർക്ക് ഭഗവാനിൽ ഭക്തിയാണ്. അതുകൊണ്ട് തസ്മാത് കേനാപ്യുപായേന മനഃകൃഷ്ണേന ദേശേലെന്നുള്ളൂ, ഏതെങ്കിലും ഒരു തരത്തിൽ ഭഗവാനിലേക്ക് മനസ്സ് ചേർത്ത് വെക്കുക എന്ന് മാത്രമേ ഭഗവാൻ വിചാരിച്ചിട്ടുള്ളൂ. അത് ഒരു പക്ഷേ വൈരബുദ്ധിയിൽ കൂടുതൽ തിളങ്ങി നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. കൂട്ടുകാരെ ഓർക്കുന്നതിനേക്കാൾ മിത്രങ്ങളെ സ്മരിക്കുന്നതിനേക്കാൾ കൂടുതൽ ശത്രുക്കളുടെ സ്മരണ നമ്മളിലുണ്ടാവും. അപ്പൊ ഇതുകൊണ്ട് നാരദൻ പറയുകയാണ്, ഇത് വലിയ അത്ഭുതമാണ് എന്ന് അങ്ങേക്ക് തോന്നുന്നു. സത്യത്തിൽ ഈ ശിശുപാലനും ദത്തഭക്തനും ആരാണ് എന്നറിയുമ്പോൾ അങ്ങക്ക് ഭഗവാന്റെ ലീലകളുടെ മാധുര്യം കുറച്ചുകൂടി ഉറപ്പാവും. മാനുഷ വേഷം കെട്ടിയാടുന്ന ഭഗവാന്റെ മായയിൽ മോഹിക്കുകയാണ് നമ്മൾ ചെയ്യണത്. ഭഗവാൻ
വൈകുണ്ഠമൂർത്തിയായി സകല ആളുകൾക്കും ആ കൈവല്യ അനുഭൂതിയെ നൽകിക്കൊണ്ടിരിക്കുന്ന കൈലാസേശ്വരൻ പോലും പൂജിക്കുന്ന ആ കമനീയ രൂപൻ പണ്ടൊരിക്കൽ തൻ്റെ ആ വൈകുണ്ഠത്തിലേക്ക് കടന്നു വന്ന സർഗാദി യോഗീശ്വരന്മാരിലൂടെ ലക്ഷ്മിയുടെ ആഗ്രഹത്തെ സാധിതമാക്കാൻ വേണ്ടി അവിടെ കാവൽ നിന്നിരുന്ന ജയവിജയന്മാർക്ക് നേരെ കോപം ഉണ്ടാക്കി. അതുകൊണ്ട് എന്തുണ്ടായി? സർഗാദി യോഗീശ്വരന്മാര് ഈ ജയവിജയന്മാരെ ശപിച്ചു. 3 ജന്മം നിങ്ങൾ അസുരനായും രാക്ഷസനായും ദുഷ്ടന്മാരായിട്ടുള്ള രാജാക്കന്മാരായിട്ട് നിങ്ങൾ പിറക്കട്ടെ എന്ന് ശപിച്ചു. ആ ശാപത്തിന് ശാപമോക്ഷം നേടാനൊന്നും ജയവിജയന്മാർ മോഹിച്ചില്ല. മറിച്ച് അവർ പറഞ്ഞു, ഞങ്ങൾ ഏത് ജന്മം എടുക്കുകയാണെങ്കിലും ഞങ്ങൾക്ക് ഭഗവാനെ നിത്യമായ സ്മരണ ഉണ്ടാവണം, അങ്ങനെ അനുഗ്രഹിക്കണേ. അപ്പൊ ഭഗവാനോട് ശത്രുഭാവത്തിൽ നിൽക്കുമ്പോ സ്മരണ എങ്ങനെ ഉണ്ടാവുള്ളൂ? ദേഷ്യഭാവത്തിലാണ്. അങ്ങനെ ഈ 2 പേര് വിഷ്ണു പാർഷദന്മാര് 2 പേര് വിപ്രശാപാൽ പദാച്യുതോ, വിപ്രന്മാരുടെ ആ സർഗാദി യോഗീശ്വരന്മാരുടെ ശാപം കൊണ്ടാണ് ഇത്തരത്തിൽ വന്നത്. ഇവരാദ്യം ദിതിയുടെ പുത്രന്മാരായി, കശ്യപന്റെ പുത്രന്മാരായി, ഹിരണ്യകശിപുവായും ഹിരണ്യാക്ഷനായും പിറന്നു. ഹിരണ്യകശിപു ഏട്ടൻ, ഹിരണ്യാക്ഷൻ അനുജൻ. ആ ഹിരണ്യകശിപുവിനെ ഹതോ ഹിരണ്യകശിപുർ ഹരിണാ സിംഹരൂപിണ ഹിരണ്യാക്ഷോധരോദ്ധാരേ വിഭ്രതാ സൗകരം വപു. ഹിരണ്യകശിപുവിനെ ഭഗവാൻ നരഹരിയായി അവതരിച്ച് നിഗ്രഹിച്ചപ്പോ ഹിരണ്യാക്ഷനെ നിഗ്രഹിച്ചത് ഒരു സൂകരത്തിന്റെ രൂപത്തിൽ വരാഹമൂർത്തിയായിട്ട് അവതരിച്ചിട്ടാണ്. നോക്കൂ, ആ ഹിരണ്യകശിപു ഉണ്ടല്ലോ, പുത്രം പ്രഹ്ലാദം കേശവപ്രിയം. ആ കേശവന് പ്രിയമുള്ള പ്രഹ്ലാദനെ പലതരത്തിൽ ദ്രോഹിച്ചു, കൊല്ലാനായിട്ട് പുറപ്പെട്ടു. എന്നിട്ട് പറയുകയാണ്, അദ്ദേഹത്തെ ആ പ്രഹ്ലാദനെ കൊല്ലാൻ സാധിച്ചില്ല. പിന്നെ പറഞ്ഞു, ഈ ഹിരണ്യകശിപു തന്നെ പിന്നീട് വിശ്വവസിന്റെയും കൈകസിയുടെയും പുത്രഭാവത്തിൽ അവിടെ രാവണനായി അവതരിച്ചു. കുംഭകർണനായി ഈ ഹിരണ്യാക്ഷനും പിറന്നു. അവിടെ തത്രാപി രാഘവോ ഭൂത്വാ ന്യഹനക്ഷാപമുക്തയേ രാമവീര്യം ശ്രോഷ്യസിത്വം മാർക്കണ്ഡേയ മുഖാൽ പ്രഭോ. അന്ന് രാഘവനായി വന്ന് ആ രാമബാണങ്ങൾ രാവണന്റെയും കുംഭകർണന്റെയും തലയെറുത്തു. ഈ കഥ ആ രാമവീര്യത്തെ കുറിച്ച് അങ്ങ് മാർക്കണ്ഡേയനിൽ നിന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പതാ ഇവര് ശിശുപാലനായും ദന്തവക്രനായും ഭഗവാന്റെ അച്ഛമ്മങ്ങളുടെ മക്കളായി പിറന്നിരിക്കുന്നു. അവർക്ക് ശാപമുക്തി നേടാൻ സാധിച്ചു ഭഗവാന്റെ സുദർശനം കൊണ്ടുള്ള ആ ആക്രമണം. സത്യത്തിൽ ഭഗവാൻ നിഗ്രഹിക്കുകയല്ല ചെയ്തത്, അവന്റെ ആ പാപങ്ങളെ ഒക്കെ നിഗ്രഹിച്ചു അവനെ വീണ്ടും വൈകുണ്ഠ ലോകത്തിലേക്ക് പറഞ്ഞയക്കുകയാണ് ചെയ്തത്. അധികം വൈകാതെ ഇവിടെ ഭഗവാൻ ചക്രം കൊണ്ട് ശിശുപാലന്റെ ശിരസ് ഛേദിച്ചുവെങ്കിൽ ശിശുപാലന്റെ സഹോദരനായ ദന്തഭക്തനെ തന്റെ കൗമോദകി എന്ന ഗത കൊണ്ട് അടിച്ച് ഭഗവാൻ നിഗ്രഹിക്കും. അതോടുകൂടി സർഗാദി യോഗീശ്വരന്മാരുടെ ശാപം അവസാനിക്കും. ധർമ്മപുത്രർ ചോദിക്കുകയാണ്, ആ നരഹരിയുടെ കഥ, ആ പ്രഹ്ലാദനെ എന്തിനാണ് ദ്രോഹിച്ചത്? ഇതൊക്കെ അറിയാൻ താല്പര്യമുണ്ട്, അത് പറഞ്ഞു തരണേ. ബ്രൂഹിമേ ഭഗവൻ, ഇത് പറഞ്ഞു തരണേ നാരദ മഹർഷി എന്ന് പറയുമ്പോൾ നാരദ മഹർഷി പറയാനായിട്ട് ആരംഭിച്ചു. നാരദ മഹർഷി പറഞ്ഞു, ഭഗവാന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഭഗവാൻ പറഞ്ഞു, പറഞ്ഞോളൂ, എല്ലാവരും കേൾക്കച്ചില പറഞ്ഞോളൂ എന്നാണ് ഭഗവാന്റെ സങ്കല്പം. നാരദ മഹർഷിക്ക് ആവേശമായി. 2 കാര്യമുണ്ട് ആവേശത്തിന്. ഒന്ന്, തനിക്ക് ഗുരുതുല്യനായ ഭഗവാന്റെ കഥ പറയുന്നു. മറ്റൊന്ന്, താൻ ഗുരുവായിരിക്കുന്ന പ്രഹ്ലാദന്റെ കഥ പറയുന്നു. ഇതാണ് വലിയ സന്തോഷം. അപ്പൊ അതുകൊണ്ട് ആദ്യം തന്നെ ആ പ്രഹ്ലാദന്റെ അച്ഛനായ സർഗാദിയോഗീശ്വരന്മാരുടെ ശാപം കൊണ്ട് ദൈത്യപുത്രന്മാരായി പിറന്ന ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു എന്നിവരിൽ ഹിരണ്യകശിപുവിന്റെ രൂപത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് നാരദൻ തുടങ്ങിയത്. ആ ഹിരണ്യകശിപുവിന്റെ അവസ്ഥ, ഹിരണ്യകശിപുവിന്റെ അതിമനോഹരമായ അക്ഷരചിത്രം എന്താ അവിടെ കാണുന്നത്? നമുക്ക് ഹിരണ്യാക്ഷനെ
ഹരി നിഗ്രഹിച്ചു എന്ന് കേട്ടിട്ട് ഭ്രാതര്യേവം വിനിഹതേ ഹരിണാക്രോഡമൂർത്തിന ഹിരണ്യകശിപൂരാജൻ പര്യതപ്യൽ രുഷാശിച. തന്റെ അനുജനെ കൊന്ന ഹരിയോടുള്ള ദേഷ്യം അത് മുഖത്തുനിന്ന് വായിച്ചെടുക്കാൻ സാധിക്കുന്ന സന്തുഷ്ട ദശനച്ഛത. ആ ചുണ്ടൊക്കെ ഇങ്ങനെ കടിച്ചു പിടിച്ച് കോപോജ്വലഭ്യാം ചക്ഷുഭ്യാം നിരീക്ഷൻ ധൂമ്രമംബരം, തന്റെ ഉരുട്ടുവീഴ്ച കണ്ണുകളെ കൊണ്ട് ആകാശത്തിലേക്ക് ഇങ്ങനെ നോക്കി ആ കോപവും താപവും ഒരുമിച്ച് ഉള്ളിലിങ്ങനെ അലയടിക്കുന്ന ഹിരണ്യകശിപു ശൂലം നിലത്തിങ്ങനെ കുത്തിപ്പിടിച്ചിട്ട് തന്റെ കൂട്ടുകാരായ ദാനവന്മാരെയും ദൈതയന്മാരെയും വിളിച്ചു. ഭോ ഭോ ദാനവ ദൈതയ ദിമൂർധൻ ത്രക്ഷ ശംബര ശതബാഹു ഹയഗ്രീവ നമുചേ പാക ഇല്വല വിപ്രചിത്തെ പുലോമൻ ശകുനാദയ. എല്ലാവരോടും പറയാണ്, നിങ്ങൾ ഞാൻ പറയുന്നത് ആദ്യം കേൾക്കുക, എന്നിട്ട് ഞാൻ പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുക. നിങ്ങൾക്കറിയാമല്ലോ, എൻ്റെ സഹോദരനും നിങ്ങളുടെ കൂട്ടുകാരനുമായിരിക്കുന്ന ഹിരണ്യാക്ഷനെ ഹരി ഒരു കാട്ടുപന്നിയുടെ രൂപത്തിൽ വന്ന് കൊലപ്പെടുത്തിയിരിക്കുന്നു. ആ ഹരിയുടെ മാറുകീറി, അവന്റെ മാറുകീറി മക്ഷൂല ഭിന്നഗ്രീവശ്യാഭൂരിണാരുധിരേണവൈ രുധിരപ്രിയം തർപ്പയിഷി. ഞാൻ ഈ മാറുകീറി ചോര കുടിക്കാൻ പോവാണ്. ആ ചോര കൊണ്ട് എൻ്റെ അനുജന് തർപ്പണം ചെയ്യുന്നു. ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ വിഷ്ണുവിന് നല്ല ശക്തിയുണ്ട്. എൻ്റെ അനുജൻ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് ഒരുപാട് വരങ്ങൾ നേടിയ ആളാണ്. പക്ഷേ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വരം നേടിയിട്ടില്ല. ആ വരം കൂടി ഞാൻ നേടിയെടുക്കും. ബ്രഹ്മാവിനെ തപസ് ചെയ്യും. ആ വരം കിട്ടുന്നത് വരെ ഞാൻ തപസ് ചെയ്യും. ആ സമയത്ത് നിങ്ങൾ എന്ത് വേണം? നിങ്ങൾ ഇവിടെ വിഷ്ണുവിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള എന്തൊക്കെയുണ്ടോ അതിനെ മുഴുവൻ നിങ്ങൾ ഇല്ലാതെയാക്കണം. സൂതയധ്വം തപോയജ്ഞ സ്വാധ്യായ വ്രതദാനിനാം ധ്യാനം, വ്രതങ്ങൾ, ഇതിനെ മുഴുവൻ നിങ്ങൾ ഇല്ലാതെയാക്കണം. ബ്രാഹ്മണര്, അതേപോലെ പശുക്കള്, വേദങ്ങള്, വർണ്ണാശ്രമ ധർമ്മങ്ങള്, ഇതിനെ മുഴുവൻ നിങ്ങൾ തകർത്തെറിയാം. എവിടെ നന്മയുണ്ടോ അതിനെ ഇല്ലാതെയാക്കണം. നന്മയുള്ളിടത്ത്, ധർമ്മമുള്ളിടത്ത് വിഷ്ണു ഉണ്ടാവും. അതിനെ ഇല്ലാതെയാക്കുക. നിങ്ങൾ അതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് അധർമ്മത്തെ വർദ്ധിപ്പിക്കാനുള്ള ഉപദേശങ്ങൾ തന്റെ കൂട്ടുകാർക്ക്, ദൈത്യന്മാർക്കും ദാനവന്മാർക്കും കൊടുത്ത് നേരെ തന്റെ അമ്മയായ ദിതിദേവിയുടെ അടുത്തും സഹോദരപത്നിയായ ഋഷാഭാനുവിന്റെ അടുത്തും, അതേപോലെ തന്നെ ശകുനി, ശംബരൻ, ധൃഷ്ടൻ, ഭൂതസന്താപനൻ, വൃഗൻ, കാലനാഭൻ, മഹാനാഭൻ, ഹരിശ്മശ്രു എന്നിങ്ങനെയുള്ള ഹിരണ്യാക്ഷന്റെ പുത്രന്മാരെയും വിളിച്ച് ഗംഭീരമായിട്ടുള്ള ധർമ്മോപദേശം കൊടുത്തു. ഇവിടെ ധർമ്മത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കാൻ പറയാം, അപ്പുറത്ത് ധർമ്മോപദേശം കൊടുക്കുക. എന്തൊക്കെയാ പറഞ്ഞത്? നമ്മുടെ ഹിരണ്യാക്ഷൻ മരിച്ചിട്ടില്ല. കാരണം ഹിരണ്യാക്ഷൻ ഈ ശരീരമല്ല, ഹിരണ്യാക്ഷൻ ആത്മാവാണ്. ആത്മാവിന് മരണമില്ല. ഇനി ഈ ശരീരം പോലും നഷ്ടപ്പെടുത്തിയത് എങ്ങനെയാണ്? വീരചരമം പ്രാപിക്കുകയാണ് ചെയ്തത്. യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുന്നത് അത് ധീരന്മാർക്ക് ചേർന്ന നടപടിയല്ല. നമ്മുടെ പ്രിയപ്പെട്ട ഹിരണ്യാക്ഷൻ യുദ്ധത്തിൽ ആ ഹരിയുമായി ഏറ്റുമുട്ടി അവസാനം വീരചരമം പ്രാപിച്ചു. നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, ഒരാൾ ജനിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് മരണമുണ്ട് എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് ഹിരണ്യാക്ഷന്റെ മരണത്തിൽ നിങ്ങൾ ദുഃഖിക്കരുത് എന്നൊക്കെ പറഞ്ഞ് വളരെ ഗംഭീരമായിട്ട് ഉപദേശം കൊടുത്തു. ആ ഉപദേശത്തിലൂടെ എന്തായാലും ദിതി ദൈത്യവതേർവാക്യം, ദൈത്യേന്ദ്രനായിരിക്കുന്ന ഹിരണ്യകശിപുവിന്റെ വാക്ക് കേട്ട് അമ്മയും സഹോദര ഭാര്യയുമൊക്കെ പുത്രശോകം ക്ഷണാത്യക്ത്വ, ഉള്ളിലുണ്ടായിരുന്ന ദുഃഖത്തെ ഉപേക്ഷിച്ച് തത്വേ ചിത്തമധാരയിൽ, ആ തത്വത്തെ ചിത്തത്തിലേക്ക് ചേർത്ത് വെച്ചു. നമുക്കും അങ്ങനെയാണ്. നമ്മൾ കരയുമ്പോൾ വേണ്ട തരത്തിലുള്ള ഒരു ഉപദേശം കിട്ടിക്കഴിഞ്ഞാൽ സമാധാനം ഉണ്ടാവും. അവർക്ക് സമാധാനം ഉണ്ടായി. പക്ഷെ ഹിരണ്യകശിപുവിന് ലവലേശം സമാധാനമില്ല. മറ്റുള്ളവരെ ഉപദേശിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. സ്വയം മനസ്സിനെ അടക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് നേരെ മന്ദര പർവ്വതത്തിന്റെ താഴ്വരയിൽ പോയി ഉദ്ധബാഹു നഭോദൃഷ്ടി പാദാങ്കുഷ്ഠാശ്രിതാവനി, അവനിയിലെ ഭൂമിയിൽ ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് കൈകൾ മുകളിലേക്ക് ഉയർത്തി ആകാശത്തിലേക്ക് നോക്കി പ്രളയകാലത്ത് സൂര്യനെ പോലെ തോന്നി ഹിരണ്യകശിപുവിന്റെ നിൽപ്പ് കണ്ടാലെന്നാണ്. അങ്ങനെ അതിഗംഭീരമായി നാൻമുഖനായ സൃഷ്ടികർത്താവായ ബ്രഹ്മാവിനെ ഭജിക്കാൻ തുടങ്ങി.
അതിഗംഭീരമായിട്ടുള്ള തപസ്. ആ തപസ് കൊണ്ട് തപന്തം തപസാലോകാൻ യഥാഭ്രാവിഹിതം രവി, സൂര്യനെ മറച്ചതുപോലെ എല്ലായിടത്തും ഇരുട്ട് വ്യാപിച്ചപ്പോ ലോകം മുഴുവൻ ഈ തപസ്സിൽ വല്ലാതെ ചുട്ടു നീറാൻ തുടങ്ങിയപ്പോ അവിടെ ചെന്ന് ദേവന്മാര് ബ്രഹ്മാവിന്റെ അടുത്ത് പറഞ്ഞു, തേജതപ്താദിവം ത്യക്ത്വാ, സ്വർഗലോകം ഉപേക്ഷിച്ചു, ബ്രഹ്മലോകം യയുസുര. ബ്രഹ്മാവിന്റെ അടുത്തേക്ക് എത്തിയിട്ട് പറഞ്ഞു, ധാത്രേ വിജ്ഞാപയാമാസുർ ദേവദേവ ജഗൽപതേ ദൈത്യേന്ദ്ര തപസാ തപ്താദിവിസ്ഥാതും ന ശക്രുമ. ഞങ്ങൾക്ക് ഇരിക്കപ്പുറതില്ലാതെയായി, വേണ്ടത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോഴാണ് ഹംസവാഹനനായി ആ നാൻമുഖൻ ബ്രഹ്മാവ് ഹിരണ്യകശിപുവിന്റെ അടുത്തേക്ക് എത്തുന്നു. പക്ഷേ അവിടെ നിന്ന് ഒരു ഓങ്കാര ശബ്ദം, അത് മാത്രമേ കേൾക്കാൻ സാധിക്കുള്ളൂ, ആളെ കാണാൻ സാധിക്കണില്ല. ദദർശ പ്രതിച്ഛന്നം വൽമീക തൃണകീചകൈ പിപീലികാഭിരാജിർണമേതസ്ത്വം മാംസശോണിതം. കാരണം എന്താ? ഉറുമ്പ് അതേപോലെ ചിതലൊക്കെ തിന്നിട്ട് ഹിരണ്യകശിപുവിന്റെ ദേഹത്ത് മാംസം ഇല്ലാതെയാണ്. ഇപ്പോ ആ അസ്ഥിയിൽ മാത്രം പ്രാണൻ അവശേഷിച്ചു നിൽക്കുകയാണ്. പക്ഷേ നിരന്തരമായ തപസ് കൊണ്ട് അവിടെ മുഴുവൻ ഒരു പ്രഭാമണ്ഡലം സൃഷ്ടിച്ചിട്ടുണ്ട് ഈ ഹിരണ്യകശിപു. വൽമീകത്തിനുള്ളിലിരിക്കുന്ന ആ ഹിരണ്യകശിപുവിനെ കമണ്ഡല ജലം കൊണ്ട് ബ്രഹ്മാവ് തളിച്ചപ്പോ ആ സൃഷ്ടികർത്താവിന്റെ പ്രോക്ഷണമേറ്റതോടുകൂടി ഹിരണ്യകശിപു പഴയ രൂപത്തിലേക്ക് തിരിച്ചു വന്നു. അല്ലെങ്കിൽ അതിനേക്കാൾ ശ്രേഷ്ഠനായി മാറി. സർവാവയവ സമ്പന്നോ വജ്രസംഹനനോ യുവ. വജ്രസമാനമായ അവയവ ഭംഗിയോടുകൂടി എഴുന്നേറ്റ് നിന്നു. മുകളിലേക്ക് ഇങ്ങനെ നോക്കിയപ്പോ സാക്ഷാൽ ബ്രഹ്മാവിനെ കണ്ടു. മനോരഥം സാധിച്ചു. താൻ വിചാരിച്ചു ആ ബ്രഹ്മാവിനെ കാണണമെന്ന്. ബ്രഹ്മാവിത തന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. കാക്കൽ വീണങ്ങനെ നമസ്കരിച്ചു. കണ്ണുകൾ നിറഞ്ഞൊഴുകി, കണ്ഠമിടറി ഹിരണ്യകശിപുവിന്റെ. ആർദ്രമായി ഹിരണ്യകശിപുവിന്റെ ഭാവങ്ങളൊക്കെ ബ്രഹ്മാവിനെ ഗംഭീരായിട്ട് സ്തുതിച്ചു. അനന്താവ്യക്തരൂപേണ യേനേദമഖിലം തതം ചിതജിച്ഛക്തിയുക്തായ തസ്മൈ ഭഗവതേ നമ. നമ ആദ്യായ ബീജായ ജ്ഞാനവിജ്ഞാനമൂർത്തയേ. ബ്രഹ്മാവിനെയാണ് സ്തുതിക്കേണ്ടത്. പക്ഷേ ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും ഒക്കെ ഒന്നാണ് എന്നറിയാതെ ദ്വൈതത്തിൽപ്പെട്ട് ഉഴലുന്ന ആ ഹിരണ്യകശിപു വിഷ്ണുവിനെ തോൽപ്പിക്കാൻ ബ്രഹ്മാവിൽ നിന്ന് വരം നേടാൻ ഉറച്ചു. ബ്രഹ്മാവ് പറഞ്ഞു, എന്താ വരം വേണ്ടതെന്ന് വെച്ചാൽ ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. ആ ചോദ്യത്തെ സ്വീകരിച്ചും കൊണ്ട് ഇപ്പോഴും അതുവരെ ആർദ്രമായിരുന്ന ഭക്തി നിർഭരമായിരുന്ന ഒരു മനസ്സ് കൈമോശം വന്നു ഹിരണ്യകശിപുവിന്. ഇപ്പൊ ഹിരണ്യകശിപു എന്താ പറയണത്? തനിക്ക് നേടിയെടുക്കേണ്ടതായിട്ടുള്ള ആ അധികാരമാണ്, അവകാശമാണ് എന്നുള്ള രീതിയിൽ ഇത് ബ്രഹ്മാവ് തനിക്ക് നൽകുന്ന അനുവാദമാണ്, അനുഗ്രഹമാണ് എന്നുള്ളത് മറന്ന് ഇത് തന്റെ അവകാശമാണെന്നും അധികാരമാണെന്നും കരുതി പറയുന്നു, യതിദാസ്യസ്യഭിമതാൻ വരാൻമേ വരദോത്തമ ഭൂതേഭ്യ ത്വദ്വിസൃഷ്ടേഭ്യോ മൃത്യുർമാ ഭൂന്മമ പ്രഭു. എനിക്ക് മരണം ഉണ്ടാവരുത് എന്നാ പറഞ്ഞത്. ബ്രഹ്മാവ് പറഞ്ഞു, ആ വരം മാത്രം എനിക്ക് തരാൻ സാധിക്കില്ല, വേറെ എന്തെങ്കിലും ചോദിച്ചോളൂ. അപ്പൊ ഇത് സൂത്രം പ്രയോഗിച്ചു, അങ്ങയുടെ സൃഷ്ടിയിൽപ്പെട്ട ഒന്നുകൊണ്ടും എനിക്ക് മരണം സംഭവിക്കരുത്. ബ്രഹ്മാവിന് സമാധാനമായി. കാരണം ഭഗവാന്റെ തൃപാദങ്ങൾ മനസ്സിൽ ഇങ്ങനെ മിന്നിത്തിളങ്ങി. ഭഗവാൻ പറഞ്ഞു, എന്ത് വേണമെങ്കിലും കൊടുത്തോളൂ. കാരണം എന്താ? ഭഗവാന്റെ സൃഷ്ടിയാണ് ബ്രഹ്മാവ്, ബ്രഹ്മസൃഷ്ടിയല്ല വിഷ്ണു എന്ന് തിരിച്ചറിയാൻ ഹിരണ്യകശിപുവിന് സാധിച്ചില്ല. പിന്നെ കുറേ വരങ്ങൾ മേടിച്ചു. അകത്ത് പാടില്ല, പുറത്ത് പാടില്ല. ഭഗവാൻ പറഞ്ഞു, എന്ത് വേണമെങ്കിലും കൊടുത്തോളൂ. ആകാശത്ത് പാടില്ല, ഭൂമിയിൽ പാടില്ല, അതേപോലെ തന്നെ അകത്ത് പാടില്ല, പുറത്ത് പാടില്ല, രാത്രി പാടില്ല, പകല് പാടില്ല, ആയുധം കൊണ്ട് പാടില്ല, ആയുധമില്ലാതെ പാടില്ല, ജീവൻ കൊണ്ട് പാടില്ല, ജീവൻ ഇല്ലാത്ത വസ്തു കൊണ്ട് പാടില്ല. എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. എന്തൊക്കെ പാടില്ല എന്ന് പറഞ്ഞാലും അവനെ നിഗ്രഹിക്കാൻ എനിക്കൊരു പാടുമില്ല എന്നാണ് ഭഗവാന്റെ സങ്കല്പം. അതുകൊണ്ട് ബ്രഹ്മാവ് എല്ലാം കൊടുത്തു. പറഞ്ഞു, വളരെ ദുർലഭമാണ് ഈ വരങ്ങൾ, എങ്കിലും ഞാനിതൊക്കെ തരുന്നു. അങ്ങനെ ഹിരണ്യകശിപു
നാരായണീയത്തിൽ പട്ടേരിപ്പാട് ഈ രംഗത്തെ തൻ്റെ ആ കാവ്യ സൃഷ്ടിയിൽ ഭക്തിഭാവത്തിലുള്ള വലിയ കഴിവ് കാണിച്ചുകൊണ്ട് പറയുന്നുണ്ട്. വരം ലബ്ധ്വാ തൃപ്തഃ എന്നാണ് പറഞ്ഞത്. വരം ലബ്ധ്വാ തൃപ്തഃ, അതാണ് വേണ്ടത്. വരം നേടി കിട്ടേണ്ടത് കിട്ടി, ഇനി നല്ല പോലെ ജീവിക്കുക, ഇങ്ങനെയല്ലേ വിചാരിക്കേണ്ടത്. അതല്ല ഉണ്ടായത്. വരം നേടി തൃപ്തനായി അഹങ്കാരിയായി മാറി ഹിരണ്യകശിപു. തന്നെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല എന്ന് വിചാരിച്ച് ഭഗവത്യകരോദ്വേഷം ഭ്രാതൃവധമനുസ്മരം, തൻ്റെ സഹോദരനെ കൊന്ന ആ ഭഗവാനോട് ഉള്ളിൽ വിദ്വേഷം വെച്ച് പുലർത്തി. അങ്ങനെ ഹിരണ്യകശിപു ഭഗവാന്റെ ലോകത്തിലേക്ക്, വൈകുണ്ഠ ലോകത്തിലേക്ക് വരെ ചെല്ലാൻ കഴിഞ്ഞു ഹിരണ്യകശിപുവിന്. പക്ഷേ വൈകുണ്ഠത്തിൽ എത്തിയിട്ട് പോലും ആ വൈകുണ്ഠമൂർത്തിയെ, ആ കൈവല്യദാതാവിനെ കാണാൻ സാധിച്ചില്ല. കാരണം എന്താ? ഭഗവാൻ ഒരു സൂത്രം കാണിച്ചു. അണുസ്വരൂപനായി ഈ ഹിരണ്യകശിപുവിന്റെ മൂക്കിനുള്ളിൽ കൊടുത്താൽ അങ്ങട് കയറി ഹിരണ്യകശിപുവിന്റെ ഹൃദയത്തിൽ പോയിരുന്നു. ഇനി ഹിരണ്യകശിപു ഒരിക്കലും കണ്ണടച്ച് തന്നെ വിചാരിക്കില്ല. അപ്പോഴേ ഉള്ളിലുള്ള തന്നെ കാണുള്ളൂ. ഇപ്പോ ഉരുട്ടി വീഴ്ച കണ്ണുമായിട്ടിരിക്കുകയാണ്. വിഷ്ണു പേടിച്ചോടി എന്ന് വിചാരിച്ചിട്ടാണ് ഹിരണ്യകശിപു വന്നത്. ആ പ്രഹ്ലാദന് മാത്രമേ ഹിരണ്യകശിപുവിന്റെ ഉള്ളില് ആ ചൈതന്യത്തെ വേണ്ട പോലെ മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ടാണ് ഹിരണ്യകശിപുവിനോട് പ്രഹ്ലാദൻ പറഞ്ഞത്, ഈ ലോകത്തിൽ സകലതിന്റെയും ബലം ആ ഭഗവാനാണ് അച്ഛൻ. അച്ഛന്റെ ബലവും. ഇപ്പൊ ഹിരണ്യകശിപുവിന് ഇത്ര ശക്തി ഉണ്ടാവാൻ കാരണം എന്താ? വൈകുണ്ഠമൂർത്തി ഹിരണ്യകശിപുവിന്റെ ഉള്ളിൽ വന്നിരുന്നു. അങ്ങനെ സകലതിനെയും തന്റെ കാൽ കീഴിലാക്കി. ദേവന്മാരെ, അസുരന്മാരെ, മനുഷ്യര്, ഗന്ധർവ, ഗരുഡോരകാൻ, ശുദ്ധചാരണ വിദ്യാധനഷീം, പിതൃപതി, മനു, യക്ഷരക്ഷ, പിശാചേശാൻ, പ്രേതഭൂത പതീനഥ സർവസത്വപതീം ജിത്വാ വശമാനീയ വിശ്വത്തിൽ, ലോകത്തിന്റെ മുഴുവൻ നാഥനായി മാറി ഹിരണ്യകശിപു. നാരദ മഹർഷി ഒന്ന് ചിരിച്ചുകൊണ്ട് ഭഗവാനോട് പറയാം, അന്ന് ഈ ഹിരണ്യകശിപുവിന്റെ അടുത്ത് പോയി വിശ്വാവസുസ്തുംബുരുരസ്മദാദയ, ഞാനും തുമ്പുരുവും വിശ്വാവസും ഒക്കെ പോയി അവിടെ പാട്ട് പാടിയിട്ടുണ്ട്. ഗന്ധർവന്മാർ പാട്ടുപാടുക, അപ്സരസുകൾ നൃത്തം വയ്ക്കുക, വിദ്യാധരന്മാർ പാട്ടുപാടുക. അങ്ങനെയായിരുന്നു ഹിരണ്യകശിപുവിന്റെ ആ കാലം. നാരദ മഹർഷി ഇങ്ങനെ ആലോചിച്ചു, അന്ന് ഹിരണ്യകശിപുവിന്റെ മുമ്പിൽ പോയി നാരായണ ജപിക്കാൻ സാധിച്ചത് തനിക്ക് മാത്രമേ ഉള്ളൂ. അതും ഭഗവാന്റെ കാരുണ്യാണ്. അങ്ങനെ ഒരു സൂത്രം തോന്നിയത് കൊണ്ട് അവിടെ പോയിട്ട് നാമം ജപിക്കാതിരിക്കാണ്ടി വന്നില്ല. സാധാരണ ഒരു സ്ഥലത്ത് നാമം ജപിക്കാൻ പാടില്ല എന്നാണ് ഹിരണ്യകശിപുവിന്റെ കൽപ്പന. അതുകൊണ്ട് നാരദൻ എന്ത് ചെയ്യും? ഹിരണ്യകശിപുവിന്റെ അടുത്ത് ചെന്ന് ഒന്നങ്ങനെ തൊഴുതു കഴിയുമ്പോഴോ ഉള്ളിലുള്ള ഭഗവാൻ പുഞ്ചിരിക്കും. നാരദൻ അത് കാണും. ഹിരണ്യകശിപുവിനോട് പറയും. ഹിരണ്യകശിപു ചോദിക്കും, നാരദ മഹർഷേ, എന്തൊക്കെയുള്ള ലോക വിവരങ്ങൾ പറയും. അങ്ങയുടെ കൽപ്പനയ്ക്ക് ശേഷം ലോകത്തിൽ നാരായണ 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 എന്ന് ജപിക്കുന്ന ആരെയും എനിക്ക് കാണാൻ സാധിച്ചില്ല. കാരണം അങ്ങ് കൽപ്പിച്ചു കഴിഞ്ഞാൽ നാരായണ 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 എന്ന് ജപിക്കാൻ ആർക്കെങ്കിലും ധൈര്യം ഉണ്ടാവും? ഇനി ആരെങ്കിലും നാരായണ 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 എന്ന് ജപിച്ചാൽ അവരെ പിന്നീട് നാരായണ 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 എന്ന് ജപിക്കാൻ അവർക്ക് ജീവൻ ബാക്കിയുണ്ടാവും. അതുകൊണ്ട് നാരായണ 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 എന്ന് ജപിക്കുന്ന ആരെയും ഞാൻ കണ്ടിട്ടില്ല. ഇനി നാരായണ നാരായണ ജപിക്കുന്ന ആരെങ്കിലും ഉണ്ടാവുമെന്നും എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നാരായണ 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 എന്ന മന്ത്രം ജപിക്കുന്നവരാരും ഇപ്പൊ ഈ ലോകത്ത്. ഹിരണ്യകശിപുവിന് വലിയ സന്തോഷമായി. ഏതായാലും ഈ ഹിരണ്യകശിപു എല്ലാം തന്റെ കാൽക്കീഴിലാക്കിയെന്ന് അഭിമാനിച്ച, അഹങ്കരിച്ച, എല്ലാം നേടിയിട്ടും ജിതേന്ദ്രിയനാവാതെ അജിതേന്ദ്രിയനായിരിക്കുന്ന ഹിരണ്യകശിപു ലോകത്തെ തന്റെ ശക്തി കൊണ്ട്, അധർമ്മ പ്രവൃത്തികൾ കൊണ്ട് കിടുകിട വിറപ്പിക്കാൻ തുടങ്ങിയപ്പോ ഹിരണ്യകശിപുവിന്റെ കണ്ണൊന്ന് ചുവന്നാൽ, പുരികക്കൊടി ഒന്ന് വളഞ്ഞാൽ സകല ചരാചരങ്ങൾ പേടിച്ചു വിറയ്ക്കുന്ന അവസ്ഥയിൽ ദേവന്മാർ പോയി ഭഗവാന്റെ അടുത്ത് പരാതി പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. നിർവൈരായ പ്രശാന്തായ സ്വസുതായ മഹാത്മനെ പ്രഹ്ലാദായ യഥാ ദ്രോഹ്യേ ഹരിഷ്യേപി വരോർച്ചിതം. പ്രഹ്ലാദനെ ദ്രോഹിച്ചാൽ ഞാൻ അവനെ ഇല്ലാതെയാക്കിക്കൊള്ളാം. നോക്കൂ, ആലോചിച്ചു നോക്കൂ. ദേവന്മാരെ, വേദങ്ങളെ, പശുക്കളെ, ബ്രാഹ്മണരെ, സജ്ജനങ്ങളെ, ധർമ്മം എന്നെയും ഒക്കെ
ആരെങ്കിലുമൊക്കെ ദ്രോഹിച്ചു കഴിഞ്ഞാൽ അവര് അധികം വൈകാതെ നശിക്കും. പക്ഷേ എൻ്റെ ഭക്തനായ പ്രഹ്ലാദനെ ദ്രോഹിച്ചാൽ പിന്നെ ഒരു നിമിഷം പോലും ഞാൻ ബാക്കി വെക്കില്ല. എന്തൊക്കെ ഉണ്ടെങ്കിലും ഞാൻ അവനെ കൊന്നോളാം. എന്തൊക്കെയാ ബ്രഹ്മാവെ അങ്ങ് വരം കൊടുത്തേക്കുന്നത്? അകത്ത് പാടില്ല, പുറത്ത് പാടില്ല, മനുഷ്യൻ പാടില്ല, മൃഗം പാടില്ല, ആകാശത്ത് പാടില്ല, ഭൂമിയിൽ പാടില്ല, മേഘം കൊണ്ട് പാടില്ല, ആയുധമില്ലാതെ പാടില്ല, അങ്ങനെയൊക്കെയല്ലേ? അതൊക്കെ ഞാൻ വേണ്ടതുപോലെ ആക്കിയിട്ടുണ്ട്. പുതിയ അവതാരത്തിന്റെ സമയമായിട്ടുണ്ട് എന്ന് ഭഗവാനും തീർച്ചപ്പെടുത്തി. അങ്ങനെ പ്രഹ്ലാദൻ ഇവിടെ ദൈതേയ കണ്ടകവനേ ജാതോയം ചന്ദനദ്രുമ, ഈ അസുരന്മാരാകുന്ന കാട്ടുചെടികൾക്കിടയിൽ വളരുന്ന ഭക്തിയുടെ ചന്ദനമരം, അതാണ് പ്രഹ്ലാദൻ. അതുകൊണ്ട് പ്രഹ്ലാദൻ ഭഗവാന്റെ നാമം ജപിക്കുകയും ഭഗവാന്റെ കഥകൾ പാടുകയും ഇതൊന്നും ഹിരണ്യകശിപു അറിയണില്ല. പക്ഷേ ഈ ഉണ്ണിയെ ഗോവിന്ദൻ, ആ ഭഗവാൻ എപ്പോഴും ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. നാരായണ കവചമുള്ളത് കൊണ്ട് ആ ഉണ്ണിക്ക് എന്നും രക്ഷയാണ്. ആ ഉണ്ണി ചിലപ്പോ ഉറക്കെ പാടും, ഉറക്കെ നാമം ജപിക്കും, വിലച്ചോ നൃത്യതിക്കൊച്ചിൽ നാണം മറന്ന് നൃത്തം വയ്ക്കും. ചിലപ്പോ അർദ്ധനിമീലിത നയനങ്ങളോടുകൂടി ഭഗവാനെ വിചാരിച്ചിരിക്കും. ഇങ്ങനെ ഭഗവത് ഭജനത്തിന് വേണ്ടി മാത്രം ആ 5 വയസ്സുകാരൻ തന്റെ നിമിഷങ്ങൾ മുഴുവൻ മാറ്റിവെച്ചപ്പോ ഒരു ദിവസം പ്രഹ്ലാദനെ ആ ഹിരണ്യകശിപു അടുത്ത് വിളിച്ച് ചോദിച്ചു, ഉണ്ണി, ഏറ്റവും നല്ലത് എന്ന് തോന്നുന്നത് ഉണ്ണി എന്താണ് എന്ന് ചോദിച്ചപ്പോ പ്രഹ്ലാദൻ ചിരിച്ചും കൊണ്ട് അച്ഛനോട് പറഞ്ഞു, സത്യത്തിൽ അച്ഛ, ഈ ഗൃഹാന്ധകൂപത്തിൽപ്പെട്ട് കഷ്ടപ്പെടാതെ ഹിത്വാത്മപാദം ഗൃഹം അന്ധകൂപം വനം ഗതോ, ഉണ്ണി കാട്ടിൽ പോയിട്ട് ബ്രഹ്മാവിനെ തപസ് ചെയ്യണം അല്ലേ? ഏയ് അച്ഛ, അങ്ങനെയല്ല. വനം ഗതോ യദ്ധരിമാശ്രയേത, ആ ബ്രഹ്മാവിനും ഈശ്വരനായിരിക്കുന്ന ഹരിയെ, എന്റെ കുട്ടി ബുദ്ധിയില്ലാതെ അങ്ങനെ പറയരുത്. ആ ഹരി എന്നെ കണ്ട് പേടിച്ചോടിയേക്കാണ്. പ്രഹ്ലാദൻ നോക്കുമ്പോ ഉള്ളിൽ ഇങ്ങനെ കാണാനുണ്ട് ഭഗവാനെ. കാരുണ്യാകുല നേത്രമാർദ്രഹസിതോല്ലാസം. അച്ഛാ, അതല്ല എങ്കിൽ ആരാവിടെ? ഗുരുപുത്രന്മാരെ വിളിക്കൂ. ശുക്രാചാര്യ മക്കള് ഷണ്ഡൻ, അമർക്കൻ രണ്ടുപേരും വന്നു. അവരോട് പറഞ്ഞു, ഈ ഉണ്ണിക്ക് ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വേണം വേണ്ടത് പഠിപ്പിക്കാൻ. അവർ പറഞ്ഞു, ശരി, ഞങ്ങൾ പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി പ്രഹ്ലാദനോട് ചോദിച്ചു, പ്രഹ്ലാദ, ഭദ്രം തേ സത്യം കഥയമാ പക്ഷേ, നിനക്ക് മംഗളണ്ടാവട്ടെ, നുണ പറയരുത്, സത്യം പറയണം. നിനക്ക് എവിടുന്നാണ് ഇങ്ങനെ ഒരു വിപരീത ബുദ്ധി കിട്ടിയത്? സ്വയം തോന്നിയതാണോ, മറ്റാരെങ്കിലും പറഞ്ഞു തന്നതാണോ? ചണ്ടാമർക്കന്മാർ പറഞ്ഞപ്പോ പ്രഹ്ലാദൻ പറഞ്ഞു, ഗുരുനാഥ, ദാ എന്റെ നമസ്കാരം. സത്യത്തിൽ ഈ ഞാനെന്നും അപരനെന്നുള്ള ചിന്ത തന്നെ ഭഗവാന്റെ മായ കൊണ്ടുണ്ടാവുന്നതാണ്. ആ ഭഗവാനെ ഞാൻ നമസ്കരിക്കാം. നിങ്ങളിലും അച്ഛനിലും സകല ചരാചരങ്ങളിലും എനിക്ക് ഒരേ ഒരു ഈശ്വരനെ കാണാൻ സാധിക്കണുള്ളൂ. ആ ഭഗവാന്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമേ നമുക്ക് ജീവിതത്തിൽ ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കുള്ളൂ എന്നൊക്കെയുള്ള രീതിയിൽ ഗുരുനാഥന്മാർക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തപ്പോഴേക്കും അവർക്ക് ദേഷ്യം വന്നു. അവർ പറഞ്ഞു, ചൂരല് കൊണ്ടുവരൂ. അവരാണ് പറയുന്നത്, ദൈതേയ ചന്ദനവനെ ജാതോയം കണ്ടകദ്രുമ, പ്രഹ്ലാദനെ ഒരു മുൾച്ചെടിയായും ആ ദാനവന്മാരെയും ദൈതേയന്മാരെയും ഒക്കെ ചന്ദനമരമായും അവർ ചിത്രീകരിച്ചു. സത്യത്തിൽ ദൈതേയ ചന്ദനവനെ അല്ല, ദൈതേയ കണ്ടകവനെ ജാതോയം ചന്ദനദ്രുമ, ഇതാണ് ശരി. പക്ഷെ അവർ പറയാണ്, ഈ മുൾച്ചെടി വളർന്നു കഴിഞ്ഞാൽ വിഷ്ണുവാകുന്ന കോടാലിക്ക് കയ്യായിട്ട് തീരും. അതുകൊണ്ട് ഈ ഉണ്ണിയെ നമുക്ക് മോക്ഷോപായത്തെ കുറിച്ച് പഠിപ്പിക്കാതെ ധർമ്മം, അർത്ഥം, കാമം എന്നിവയെ കുറിച്ച് പഠിപ്പിക്കാം. അതിൽ തന്നെ ധർമ്മം എന്തിനു വേണ്ടിയിട്ടാണ്? അത് ധനമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ധനമുണ്ടായി കഴിഞ്ഞാൽ അത് ആഗ്രഹപൂർത്തീകരണത്തിന് ഉപയോഗിക്കുകയാണ് വേണ്ടത് എന്ന് പ്രഹ്ലാദനെ പഠിപ്പിച്ചു. പക്ഷേ പ്രഹ്ലാദന് ധർമ്മം, അർത്ഥം, കാമം എന്നല്ല, മോക്ഷത്തിനും അപ്പുറത്തുള്ള ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ ആശ്രയിക്കുന്ന ആ ഉണ്ണിക്ക് ഇതൊന്നും ഉള്ളിലേക്ക് കടന്നില്ല. എത്രയോ മുമ്പ് തന്നെ കയാഭൂദേവിയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോ ഹർമേധവർണ്ണന്റെ പ്രിയഭക്തനായ നാരദൻ പകർന്നു കൊടുത്ത കാരുണ്യത്തിന്റെ കഥകൾ ആ ഉണ്ണിയുടെ ഹൃദയത്തിൽ നിറഞ്ഞു തുളുമ്പി നിൽക്കുകയാണ്. അപ്പൊ ആ ഉണ്ണിക്ക് വേറെ എന്തെങ്കിലും കേൾക്കാൻ സാധിക്കുമോ? ഏതായാലും ഒരു ദിവസം കയാഭൂദേവി ആ ഉണ്ണിയെ അണിയിച്ചൊരുക്കി, മാതൃപൃഷ്ടം അലങ്കൃതം. അങ്ങനെ കാക്കൽ വന്നിങ്ങനെ വീണ് കിടക്കുന്ന ഉണ്ണിയെ വാരിയെടുത്തു ഹിരണ്യകശിപു. മുടിയിഴകൾക്കിടയിലൂടെ വിരലുകൾ ഓടി
വിളിച്ചു, മൂർധാവിൽ ചുംബിച്ചു, ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചു. എന്നിട്ട് ചോദിച്ചു, സ്വധീതം കിഞ്ചിതുത്തമം, നീ പഠിച്ചതിൽ, എവിടുന്ന് പഠിച്ചതിൽ, യദശിക്ഷൽ ഗുരോർഭവാൻ, ഗുരുനാഥനിൽ നിന്ന് പഠിച്ചത് എന്താണ്, അതിൽ ഉത്തമമായത് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ പ്രഹ്ലാദന് സമാധാനമായി. അച്ഛൻ്റെ ഉള്ളിലിരുന്ന ഭഗവാൻ വേണ്ടതുപോലെ ചോദിപ്പിച്ചിരിക്കുന്നു. കാരണം ഗുരുനാഥന്മാര് പഠിപ്പിച്ചത്, ചണ്ടാമർക്കന്മാരെന്താ പഠിപ്പിച്ചതെന്ന് ചോദിച്ചാൽ ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറയേണ്ടി വരും. മറിച്ച് അച്ഛൻ എന്താ ചോദിച്ചത്, ഗുരുനാഥൻ എന്താ പഠിപ്പിച്ചതെന്നാണ്. തൻ്റെ ഉള്ളിൽ ആ വീണ മീട്ടിക്കൊണ്ട്, മഹതി എന്ന വീണ മീട്ടിക്കൊണ്ട് ഭഗവാന്റെ മാഹാത്മ്യം പാടിത്തന്ന മഹർഷിയുടെ ദിവ്യമായ സ്വരൂപം, നാരദന്റെ രൂപം മനസ്സിൽ ഇങ്ങനെ കണ്ടുകൊണ്ട് പ്രഹ്ലാദൻ കണ്ണടച്ച് അച്ഛനോട് പറഞ്ഞു, ശ്രവണം കീർത്തനം വിഷ്ണോ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മനിവേദനം ഇതി പുംസാർപ്പിതാ വിഷ്ണു ഭക്തിശ്ചേർണവലക്ഷണാ ക്രിയതേ ഭഗവത്യദ്ധാ തന്മന്യേധീതം ഉത്തമം. ശ്രവണം കീർത്തനം സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം. നവധാഭക്തിയെ അച്ഛന് പകർന്നു കൊടുത്താൽ അച്ഛനിലൂടെ ലോകം മുഴുവൻ ഈ നവധാഭക്തിയെ നെഞ്ചേറ്റ് നടക്കും. ലോകം മുഴുവൻ ഭക്തന്മാരെ കൊണ്ട് നിറയും. സ്വസ്തിസ്തു വിശ്വസ്യ ഫലപ്രസീദ എന്ന് ആ പ്രഹ്ലാദൻ അന്നേ ഉറപ്പിച്ചതാണ്. അതുകൊണ്ടാണ് അച്ഛനോട് അങ്ങനെ പറഞ്ഞത്. പക്ഷേ ശ്രവണം കീർത്തനം എന്ന രണ്ട് പടികൾ, ആ രണ്ട് വാക്കുകൾ മാത്രമേ ഹിരണ്യകശിപുവിന് കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടായുള്ളൂ. വിഷ്ണോസ്മരണം എന്നങ്ങോട്ട് കേട്ടപ്പോഴേക്കും ദേഷ്യത്തില് തന്റെ മടിയിലിരുന്ന പ്രഹ്ലാദനെ വലിച്ചു ദൂരേക്ക് എറിഞ്ഞു. ആ ഗുരുപുത്രന്മാരോട് ചോദിച്ചു, ഇതാണോ നിങ്ങൾ പഠിപ്പിച്ചത്? ഹിരണ്യകശിപു ക്രോധം കൊണ്ട് ഇങ്ങനെ വിറയ്ക്കുമ്പോ, ഭയം കൊണ്ട് വിറക്കിയാണ് ഗുരുപുത്രന്മാര്. അവർ പറഞ്ഞു, നൈസർഗികീയം മതിരസ്യ രാജൻ, ഈ ഉണ്ണിക്ക് നൈസർഗികമായ ബുദ്ധിയാണ് നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതല്ല, എങ്കിൽ ഇവനെ കൊല്ലണം എന്നായി ഹിരണ്യകശിപുവിന്റെ നിർദ്ദേശം. ഇവനെ ഇനിങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ കുലത്തിന് മാറാത്ത രോഗമായിട്ട് മാറും ഇവൻ, കുലത്തെ നശിപ്പിക്കും ഇവൻ, അതുകൊണ്ട് ഇവനെ കൊല്ലണം. പല രീതിയിൽ കൊല്ലാൻ നോക്കി. ദിഗ്ഗജയൻ ദന്തശൂകേഷ്ട വലിയ മതയാനകള് ആ പ്രഹ്ലാദനെ ചവിട്ടി അടിക്കാൻ വരുന്ന സമയത്ത് ചവിട്ടി മെതിക്കാൻ നോക്കുന്ന മതകരികളുടെ മുമ്പിൽ ഭഗവാൻ പ്രഹ്ലാദനിലൂടെ സിംഹമായി നിന്നുകൊണ്ട് അവിടെ മതകരികളുടെ മുമ്പിൽ കാരുണ്യത്തിന്റെ ഹരിരൂപമായി ഭഗവാൻ ഗർജിക്കുമ്പോൾ ആ ഹരിഗർജനം കേൾക്കുന്ന മാത്രയിൽ ഘോരപാപങ്ങളാ മൻഗജങ്ങൾ ദൂരത്തിൽ ഓടി മറയുന്നു. തൽക്ഷണം പേടിച്ചോടാൻ തുടങ്ങി. അതേപോലെ തന്നെ വലിയ പാമ്പുകൾ വന്ന് ഉണ്ണിയെ കടിക്കാൻ പുറപ്പെടുമ്പോ അവിടെ സാമഗാന ചിറകടി ഒച്ചയുമായി ഗരുഡന്റെ രൂപത്തിൽ ഭഗവാൻ ദർശനം കൊടുത്തു. പാമ്പുകൾ നാഗാരിയെ കണ്ട് നാഗങ്ങൾ വാലും മടക്കി അവിടുന്ന് തിരിച്ചുപോയി എന്നാണ്. പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് വലിച്ചെറിയുമ്പോൾ ഗോവിന്ദ പരിരംഭിതനായ ഭഗവാൻ ആ ഉണ്ണിയെ രക്ഷിക്കണം. ആ ഗോവിന്ദ പരിരംഭിതനായ പ്രഹ്ലാദനെ ഭഗവാൻ രക്ഷിക്കണം. വലിയ സമുദ്രത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ മത്സ്യമൂർത്തി ആ ഉണ്ണിക്ക് രക്ഷ. ആ നാരായണ കവചം ആ ഉണ്ണിക്ക് എന്നും രക്ഷയായി മാറി. ന്യൂനമേതൽ വിരോധേന മൃത്യുർമേ ഭവിതാനവ, ഇവനോടുള്ള ദേഷ്യം കൊണ്ട് എനിക്ക് മരണം സംഭവിക്കോ? ഇല്ല എന്ന് സമാധാനിക്കുന്ന ഹിരണ്യകശിപു. എന്തിന്? കയാധൂദേവിയുടെ കയ്യിലുണ്ടായിരുന്ന കൊടും വിഷം കഴിച്ചപ്പോ പോലും ആ ഉണ്ണിക്ക് ദേഹത്തിന് ഒരു പോറൽ പോലും, ഒരു രോമം പോലും കരിഞ്ഞില്ല. പാലാഴി വധന സമയത്ത് കൈലാസേശ്വരന്റെ കണ്ഠം നീലനിറമായി. ഇവിടെ ആ നീലക്കാറോട് വർണ്ണന്റെ കാരുണ്യം കൊണ്ട് ഈ ഉണ്ണിക്കൊന്നും സംഭവിച്ചില്ല. അമൃത് കഴിക്കുന്നത് പോലെയാണ് ആ ഉണ്ണി ഹലാഹല വിഷത്തെ അവിടെ അമൃതത്താക്കിയത് എന്ന് പറയുന്നു. ചണ്ടാമർക്കന്മാർ പറഞ്ഞു, ഞങ്ങളുടെ അച്ഛൻ വരുന്നത് വരെ ഞങ്ങള് വരുണപാശം കൊണ്ട് ബന്ധിച്ച് ഈ ഉണ്ണിയെ ഞങ്ങളെ ഗുരുകുലത്തിൽ കൊണ്ടാക്കാം, അങ്ങ് ഇവിടെ സ്വസ്ഥമായിട്ട് ഇരുന്നോളൂ എന്ന് പറഞ്ഞിട്ടാണ് പ്രഹ്ലാദനെ കൊണ്ടുപോകുന്നത്. പക്ഷേ ഗുരുകുലത്തിലെത്തിയപ്പോൾ ഗുരുനാഥന്മാര് പുറത്തേക്ക് പോയ സന്ദർഭത്തിൽ ഗുരുകുലത്തിലെ മറ്റ് അസുരക്കുട്ടികൾക്ക് മുഴുവൻ ഭക്തിയുടെ, സ്നേഹത്തിന്റെ, ഭഗവത് പാദാരവിന്ദങ്ങളിലുള്ള അചഞ്ചലമായ സ്നേഹത്തിന്റെ ആ രഹസ്യം പ്രഹ്ലാദൻ പകർന്നു കൊടുത്തു. കുട്ടികളെ, നിങ്ങൾ അസുരന്മാരാണെന്ന് വിചാരിച്ച് ഭഗവാനിൽ നിന്ന് വിട്ടു നിൽക്കരുതേ.
ദേവനോ അസുരനോ മനുഷ്യനോ ഗന്ധർവനോ ആരുമായിക്കൊള്ളട്ടെ, ഭജൻ മുകുന്ദചരണം സ്വസ്തിമാൻ സ്യാൽ യഥാമയം. എന്നെ പോലെ മംഗളമുള്ളവനായി മാറും. നിങ്ങൾക്കറിയാലോ എൻ്റെ അച്ഛൻ്റെ ശക്തി. പക്ഷേ ആ ശക്തി ഭഗവാനിലുള്ള എൻ്റെ ഭക്തി കൊണ്ട് എനിക്ക് അതിനെ മറുകര കടക്കാനായിട്ട് സാധിക്കും. അതെന്റെ ഭക്തിയുടെ വൈശിഷ്ട്യമല്ലാട്ടോ, മറിച്ച് ഭഗവാന്റെ ഭക്ത വാത്സല്യം കൊണ്ടാണ് അങ്ങനെ സാധിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളും ഭഗവാനെ വിളിച്ചോളൂ. ഭഗവാന് ദേവനെന്നോ അസുരനെന്നോ ഋഷിയെന്നോ അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. ഭഗവാൻ എല്ലാവരെയും ഒരുപോലെ കാണുന്നു. ദാനവും തപസ്സും ശുദ്ധിയും വ്രതവും ഭക്തിയുടെ മുമ്പിൽ അത്രയ്ക്കൊന്നും ഉയർച്ചയില്ലാത്തതാണ്. എന്താണ് ഭക്തി? ഭഗവാനിലുള്ള ആസക്തിയാണ്, മറ്റുള്ളവരിലൊക്കെയുള്ള വിരക്തിയാണ്. അതിന് നിങ്ങളെല്ലാവരും ഭഗവാനെ വിചാരിക്കണം. കുട്ടികൾക്ക് സംശയമായി, പ്രഹ്ലാദ ഇത് എവിടുന്നാ പ്രഹ്ലാദന് മനസ്സിലായത് എന്ന് ചോദിച്ചപ്പോ തൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരുന്ന് അമ്മയ്ക്കെന്നതുപോലെ ആ നാരദ മഹർഷി പകർന്നു തന്ന നാമസങ്കീർത്തനം ഉള്ളിലേക്ക് ചേർത്ത് വെച്ച മാധുര്യം അനുഭവിച്ചുകൊണ്ട് പ്രഹ്ലാദൻ കയാധൂദേവിയെ ദേവേന്ദ്രന്റെ കൈകളിൽ നിന്നും രക്ഷിച്ച കാരുണ്യസ്വരൂപനായ നാരദന്റെ കഥ അവിടെ പറഞ്ഞു. നാരദ മഹർഷിയുടെ ആശ്രമത്തിൽ ഗർഭിണിയായ അമ്മയുടെ ആ ഉദരത്തിനകത്ത് കിടന്ന് ഞാനും ഭഗവാന്റെ കഥകൾ കേട്ടു. അച്ഛൻ ബ്രഹ്മ വരം നേടി തിരിച്ചു വരുന്നത് വരെ ഞങ്ങള് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഞാൻ ഇരുന്നു കൊണ്ട് നാരദ മഹർഷിയുടെ ആശ്രമത്തിലായിരുന്നു. ആ നാരദ മഹർഷിയുടെ ഗുരുവരനുഗ്രഹേണൈവ, അതുകൊണ്ടാണ് എനിക്ക് നൈസർഗികമായ രതി ഉണ്ട് എന്ന് പറഞ്ഞില്ലേ. അവര് പറഞ്ഞതിന് കാരണം അത് തന്നെയാണ്. നിങ്ങൾ വിളിച്ചാലും ഭഗവാൻ വരും. എങ്കിൽ ഞങ്ങളെല്ലാവരും വിളിക്കാം. പ്രഹ്ലാദ എന്തിനാണ് ഇപ്പൊ തന്നെ വിളിക്കണത്? പ്രഹ്ലാദൻ ഞങ്ങളുടെ ചക്രവർത്തിയായിട്ട് പോരെ എന്ന് ചോദിച്ചപ്പോ പ്രഹ്ലാദൻ നമുക്കൊക്കെയുള്ള ഉപദേശമാണ് പറഞ്ഞത്. കൗമാര ആചാര്യൻ, കുട്ടിക്കാലം മുതൽ തന്നെ വേണം. കാരണം അതിദുർലഭമാണ് മനുഷ്യജന്മം. അതിൽ 100 വയസ്സ് ജീവിച്ചാൽ പകുതി കാലം ഉറങ്ങിക്കഴിയേണ്ടി വരും. അപ്പൊ അങ്ങനെ വളരെ കുറച്ചു കാലമാണ് ഈശ്വര ഭജനത്തിന് കിട്ടുന്നത്. അത് ഇന്ദ്രിയങ്ങൾക്കൊക്കെ ശക്തിയുള്ള സമയത്ത് ആ ഭഗവാനെ, ഇന്ദിരാപതിയായ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. ആ ഭക്തി ഉണർന്നാൽ ജീവിതത്തിൽ ഇതുപോലൊരു ആനന്ദം മറ്റൊന്നിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കില്ല. അത് നിത്യാനന്ദമാണ്. ആ നിത്യാനന്ദ സ്വരൂപനായിട്ടുള്ള ഭഗവാനെ നിങ്ങളും വിളിച്ചോളൂ. ദൈതേയ യക്ഷരക്ഷാംസി സ്ത്രീശൂദ്രാമൃതൗകസ ഖഗ മൃഗ പാപജീവ സന്ധിഹി അച്യുതതാം ഗത. അതുകൊണ്ട് തതോ ഹരോ ഭഗവതി ഭക്തിം ഗുരുത ദാനവ ഭക്തിം ഗുരുത മാനവ പ്രഹ്ലാദൻ പറയുന്നു. അതുകൊണ്ട് ആ ഏകാന്ത ഭക്തി ഗോവിന്ദൻ, ഭഗവാനിൽ ഏകാന്തമായ ഭക്തിയും എല്ലായിടത്തും ഭഗവാനെ കാണുകയുമാണ് വേണ്ടത്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്കും ആ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും തീർച്ചയായും. ഇതങ്ങനെ കേട്ടില്ലേ? പ്രഹ്ലാദൻ ചൊല്ലിക്കൊടുക്കാൻ തുടങ്ങി, കുട്ടികളെ ഏറ്റുചൊല്ലാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ നാമസങ്കീർത്തനത്തിന്റെ അലയലികൾ അങ്ങ് വൈകുണ്ഠലോകത്തിലേക്കും സത്യലോകത്തിലേക്കും കൈലാസത്തിലേക്കും എത്തി. പ്രഹ്ലാദന്റെ നേതൃത്വത്തിൽ അസുരക്കുട്ടികളുടെ പട മുഴുവൻ ഉറക്കെ ഹരേ നാരായണ ഹരേ ജഗത്പതേ നാരായണ നാരായണ ഹരേ എന്നിങ്ങനെ ഉറക്കെ വിളിക്കുന്ന ശബ്ദം കേട്ടിട്ടാണ് ഷണ്ടാമർക്കന്മാര് ഓടിയെത്തിയത്. അവർക്ക് മനസ്സിലായി ഇവരെ മുഴുവൻ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കില്ല. ആലക്ഷ്യഭീതസ്ത്വരിതോ രാജ്ഞ ആവേദയഥ. രാജാവിന്റെ അടുത്ത് പോയി കഥകളൊക്കെ പറഞ്ഞു. ശ്രുത്വാ തദപ്രിയം ദൈത്യോ ദുസ്സഹം വനയാനയം കോപാവേശതലഗാത്രപുത്രം ഹന്തും മനോദധേ. ദേഷ്യത്തോടുകൂടി തന്റെ മകനെ കൊല്ലാനായിട്ട് ഹിരണ്യകശിപു ഊരിപ്പിടിച്ച വാളുമായിട്ട് ഒരു വരവുകിട് വന്നു. ചവിട്ടേറ്റ പാമ്പിനെ പോലെ സർപ്പപദാഹവൈവശ്വസൻ പ്രകൃതിദാരുണ ഹേ ദുർവിനീത മന്ദാത്മൻ കുലഭേദ കരാധമ സ്തബ്ധം മച്ഛാസനോദ്ധൂതം നേഷ്യേ ത്വാദ്യയമക്ഷരം. നിന്നെ ഞാൻ യമപുരിയിലേക്ക് പറഞ്ഞേക്കും. എന്റെ ശാസനം ധിക്കരിക്കാൻ തസ്യമേ ഭീതവൻ മൂഢ ശാസനം കിംബലോത്യത. നിനക്ക് എവിടുന്നാണ് ഈ ബലം കിട്ടിയത് എന്ന്
ദേഷ്യഭാവത്തോടു കൂടി ക്രോധാവേശിതനായി ചവിട്ടേറ്റ പാമ്പിനെ പോലെ ഒരു മതകരിയെ പോലെ അലറിയെത്തുന്ന ഹിരണ്യകശിപുവിനോട് പ്രഹ്ലാദൻ വളരെ ഭക്തിയോടുകൂടി പറഞ്ഞു, ന കേവലം മേ ഭവതശ്ചരാജൻ, ഇത് എന്റെ മാത്രം ബലമല്ല അച്ഛ, ഈ ലോകത്തിന്റെ മുഴുവൻ ബലമാണ്, ബലമുള്ളവരുടെ മുഴുവൻ ബലവും ആ ഭഗവാനാണ്. ആ ഭഗവാനെ ഈശ്വരനെന്നും കാലമെന്നും ഉരുക്രമനെന്നും പല രൂപത്തിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നു. സൃജതി, അവധി, അത്തി, അത് മുഴുവൻ ഭഗവാനാണ് ചെയ്യുന്നത്. ഈ ലോകത്തെ സൃഷ്ടിക്കുന്നതും സംരക്ഷിക്കുന്നതും അതിനെ സംഹരിക്കുന്നതും ഭഗവാനാണ്. ബ്രഹ്മരുദ്രമഹേ, ബ്രഹ്മാവിന്റെയും രുദ്രന്റെയും വിഷ്ണുവിന്റെയും രൂപത്തിൽ ഒരേ ഒരു ഭഗവാനാണ്. അച്ഛൻ ഉള്ളിലുള്ള ആസുരീയമായ ഭാവത്തെ മാറ്റുക. മനസ്സിലെ ഷഡ്രിപുക്കൾ അച്ഛനെ ജയിച്ച് ആനന്ദ നൃത്തം ചെയ്യുമ്പോൾ അച്ഛൻ വിചാരിക്കുന്നു എല്ലാ ശത്രുക്കളെയും ജയിച്ചു എന്ന്. പക്ഷേ കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം തുടങ്ങിയ ഷഡ്രിപുക്കൾ ഇന്നും അച്ഛനെ തോൽപ്പിച്ച് ആനന്ദ നൃത്തം ചെയ്യാം. അവരെ തോൽപ്പിക്കണമെങ്കിൽ ആനന്ദസ്വരൂപനായ ഭഗവാനെ ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കണം. അച്ഛൻ ഉരുട്ടിമിഴിച്ച കണ്ണുകൾ ഒന്ന് അടച്ചാൽ മതി, അർദ്ധനിമീലിത നയനങ്ങളിൽ ആനന്ദസ്വരൂപനായ ഭഗവാൻ മിന്നിത്തിളങ്ങുന്നത് അച്ഛന് കാണാൻ സാധിക്കും. പ്രഹ്ലാദന്റെ വാക്കുകളൊന്നും ഹിരണ്യകശിപുവിന് ഹിതകരമായില്ല എന്ന് മാത്രമല്ല, ദേഷ്യത്തോട് ചോദിച്ചു, യസ്ത്വയാ മന്ദഭാഗ്യോക്തോ മദന്യോ ജഗദീശ്വരൻ, ഞാനല്ലാതൊരു ജഗദീശ്വരനോ, ആ ജഗദീശ്വരൻ എല്ലായിടത്തും ഉണ്ട് എന്ന് നീ പറയുന്നുവെങ്കിൽ ക്വാസവും യതിസ സർവത്ര കസ്മാൽ സ്തംഭേന ദൃശ്യത, എന്തുകൊണ്ട് എല്ലായിടത്തുമുണ്ട്, ഈ തൂണിൽ ഞാൻ കാണുന്നില്ല ദൃശ്യത. പ്രഹ്ലാദൻ പറഞ്ഞു, ഞാൻ കാണുന്നുണ്ട് അച്ഛാ എന്നിങ്ങനെ പറയുന്നു. അത് കേട്ടതോടുകൂടി ഹിരണ്യകശിപുവിന്റെ എല്ലാ തരത്തിലുള്ള ആ തടസ്സങ്ങളും പൊട്ടിത്തകർന്നു. അവിടെ ദേഷ്യം അണക്കെട്ട് തകർന്നതുപോലെ പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. ഹിരണ്യകശിപുവിന് ദേഷ്യം വന്നു. ഉരുക്കത്ത മുഷ്ടികൾ കൊണ്ട്, ആ ഖഡ്ഗം പിടിച്ച തന്റെ വലതു കൈ കൊണ്ട് സ്തംഭം തഥാടാതിബല സ്വമുഷ്ടിന, തന്റെ ഉരുക്കത്ത കൈകൾ കൊണ്ട് ആഞ്ഞൊരു ഇടിയങ്ങോട്ട് ഇടിച്ചു. ആ ഇടിയിടിച്ചതോടുകൂടി തദൈവ തസ്മിന്നിനതോതി ഭീഷണോ ബഭൂവയേനാണ്ഡകടാഹമസ്ഫുടൽ യം വൈ സ്വധിഷ്ണ്യോപഗതം ത്വജാതയ ശ്രുത്വാ സ്വധാമാപ്യയമംഗമേ നിരേ സവിക്രമൻ പുത്രവഭേത്സുരോജസാ നിശമ്യ നിർഹ്ലാദമപൂർവമദ്ഭുതം അന്തഃസഭായാം നദദർശ തത്പദം വിദത്ര സൂര്യേന സുരാരിയൂഥവാ സത്യം വിധാതും നിജഭൃത്യഭാഷിതം വ്യാപ്തിം ജഭൂതേഷ്വഖിലേഷു ചാത്മന അദൃശ്യതാത്യദ്ഭുതരൂപമുദ്വഹൻ സ്തംഭേ സഭായാം ന മൃഗം ന മാനുഷം സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സദാ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. പ്രഹ്ലാദ പ്രിയ നരഹരിമൂർത്തി ഭഗവാനിക്ക് ഞെട്ടിത്തെറിച്ചു ഭുവനം സമസ്തം, പൊട്ടിപ്പിളർന്നു ഇടിയേറ്റ തൂണും വെട്ടാനണഞ്ഞു അസുരേന്ദ്രനപ്പോൾ പെട്ടെന്നലറി നരസിംഹമൂർത്തി. എട്ടുണ്ടു കൈകൾ അതിഘോര രൂപം പൊട്ടിത്തകർന്നു ദിതിപുത്രഹൃത്തം വെട്ടിത്തിളങ്ങുന്നൊരു വാളുമായി തട്ടിത്തടഞ്ഞെത്തി ഹിരണ്യനപ്പോൾ. നാരായണ 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 നാരായണ
जय नरसिंह जय नरसिंह जय नरसिंह जय जय नरसिंह जय नरसिंह जय नरसिंह जय नरसिंह जय जय नरसिंह जय नरसिंह जय नरसिंह जय नरसिंह जय जय नरसिंह जय नरसिंह जय नरसिंह जय जय नरसिंह जय नरसिंह जय नरसिंह जय नरसिंह जय जय नरसिंह जय नरसिंह जय नरसिंह जय नरसिंह जय जय नरसिंह सर्वत्र गोविंद नाम संकीर्तनम गोविंद गोविंद असुरेन्द्रनागुं हिरण्यकशिपु आञ्जङ्गणीचु स्तम्भं तगर्नु असुरेन्द्रनागुं हिरण्यकशिपु आञ्जङ्गणीचु स्तम्भं तगर्नु स्तम्भतिरुള്ളിൽ जय नरसिंह जय जय नरसिंह
നരസിംഹ ജയ ജയ നരസിംഹ കുത്തിയിറക്കി ദൈത്യന്റെ മാറി കൂട്ട നരസിംഹൻ നരത്തം കുടിച്ചു കുത്തിയിറക്കി ദൈത്യന്റെ മാറി കൂട്ട നരങ്ങൾ രക്തം കുടിച്ചു ജയ നരസിംഹ ജയ നരസിംഹ ജയ നരസിംഹ ജയ ജയ നരസിംഹ ഉടൽമാല ചാട്ടി ആർത്തരച്ചീടും കടൽ പോലെ മിന്നി കാരുണ്യമൂർത്തി ജയ നരസിംഹ ജയ നരസിംഹ ജയ നരസിംഹ ജയ ജയ നരസിംഹ ജയ നരസിംഹ ജയ നരസിംഹ ജയ നരസിംഹ ജയ ജയ നരസിംഹ ജയ നരസിംഹ ജയ നരസിംഹ ജയ നരസിംഹ ജയ ജയ നരസിംഹ ജയ നരസിംഹ ജയ നരസിംഹ ജയ നരസിംഹ ജയ ജയ നരസിംഹ ജയ ജയ നരസിംഹ ജയ ജയ നരസിംഹ കരാളദംഷ്ട്രം കരവാളചഞ്ചല ക്ഷുരാന്തയുഗം ഭൃഗുടീമുഖോൽപ്പനം അതിഭയങ്കരമായ ഭഗവാന്റെ ആ ദിവ്യമായ സ്വരൂപം അവിടെ അതിഭയങ്കരമായ ആ സ്വരൂപത്തിൽ ലോകം മുഴുവൻ കിടകിട വിറച്ചപ്പോ അവിടെ ഭഗവാനെ സ്തുതിക്കാനായിട്ട് ബ്രഹ്മാവ്, മഹാദേവൻ, ദേവേന്ദ്രൻ, ഋഷികള്, പിതൃക്കള്, സിദ്ധന്മാര്, വിദ്യാധരന്മാര്, നാഗങ്ങള്, മനുക്കള്, പ്രജാപതിമാര്, ഗന്ധർവന്മാര്, ചാരണന്മാര്, യക്ഷന്മാര്, കിംപുരുഷന്മാര്, വൈതാനികന്മാര്, കിന്നരന്മാര്, വിഷ്ണു പാർഷദന്മാര് വരെ സ്തുതിച്ചു. ലക്ഷ്മി ദേവിക്കും ഭഗവാന്റെ അദൃഷ്ടാശ്രിതപൂർവത്വാൽ ആ പഴയ ഇതിനു മുമ്പ് കാണാത്ത ഒരു സ്വരൂപം കണ്ട് അത്ഭുതത്തോടു കൂടി മാറി നിന്നു. ലക്ഷ്മി ഭഗവതിയാണ് പറഞ്ഞത്, ആ പ്രഹ്ലാദനെ അടുത്തേക്ക് അയക്കൂ, ഭഗവാന്റെ പ്രിയപ്പെട്ട ഉണ്ണിയാണ്. എത്രയൊക്കെ ഘോരമായ വേഷം കെട്ടി ആടിയാലും സ്വന്തം ഉണ്ണിയെ കാണുമ്പോ, തന്റെ ഭക്തനെ കാണുമ്പോ എല്ലാം മറക്കുന്ന ആ ഭക്തവാത്സല്യം അത് ഭഗവാനിൽ ആവോളം അറിഞ്ഞിട്ടുള്ള ആളാണ് ശ്രീ ഭഗവതി, ലക്ഷ്മി ഭഗവതി. അവിടെ പറയുന്നു, അതനുസരിച്ച് പ്രഹ്ലാദൻ ചെന്ന് ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ വീണ് നമസ്കരിക്കുന്നു. ആ പ്രഹ്ലാദന്റെ പ്രാർത്ഥനയുണ്ട്, ഭഗവാനെ അടിയന് വരങ്ങളൊന്നും വേണ്ട, മറിച്ച് അവിടുത്തെ പാദാരവിന്ദങ്ങളിൽ ഒരിക്കലും നശിക്കാത്ത ഭക്തി മാത്രം തന്ന് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രഹ്ലാദന്റെ ശിരസിൽ കൈകൾ ചേർത്ത് വെച്ച് നരസിംഹമൂർത്തി കാരുണ്യമൂർത്തിയായി നിന്ന് അനുഗ്രഹിക്കുമ്പോൾ ഹിരണ്യകശിപുവിന്റെ എല്ലാ തരത്തിലുള്ള ദോഷങ്ങളെയും ഇല്ലാതെയാക്കി പരിപൂർണമായ പുണ്യസ്വരൂപനാക്കി തന്റെ പ്രിയഭക്തനെ മാറ്റി കിരീടധാരണവും നടത്തി ഭഗവാൻ പോകുന്നതിന് മുമ്പേ ലക്ഷ്മി ഭഗവതിയും ഓടി വന്ന് ആ ഉണ്ണിയുടെ തലയിൽ കൈകൾ ചേർത്തു വെച്ച് അനുഗ്രഹിച്ചു. ഭക്തൻ തന്നെ വാക്കു കേട്ടു ഭഗവാൻ സംപ്രീതനായി കൺകളിൽ കാരുണ്യത്തിരമാല പൊങ്ങി തിരയിൽ മുങ്ങുന്നു പ്രഹ്ലാദൻ. ഭക്തന്നേകി വരങ്ങളെ ശതശതം കൈകൂപ്പിനാൻ ബാലകൻ ശാന്താകാരമഭുസെടുത്തു ഹരിയോ ലോകം നമിച്ചു ശുഭം. ജയ ജഗദീശ ഹരേ കൃഷ്ണ ജയ ജഗദീശ ഹരേ ജയ ഗുരുമാരുത മന്ദിരനാഥ ജയ ജഗദീശ ഹരേ കൃഷ്ണ ജയ ജഗദീശ ഹരേ. കലിയുഗകാലത്തിൽ കണ്ണാ കണ്ണി മാറ്റിടാ കരുണാകര തവലീലർ പാടം കലിയുഗ ശ്രീകൃഷ്ണ ദേവ ഗീതാ തുണയെന്നും. ഭക്തപ്രഹ്ലാദൻ കണ്ടു നരഹരി രൂപത്തെ തൂണുകിടന്നു ദേവനണഞ്ഞു നരഹരി രൂപത്തിൽ ദേവ ഗീതാൻ തുണയെന്നും. കഥനത്തിൽ ഞാൻ കണ്ണാവെന്തുരുകും നേരം കരിവിൻ കിനിവായ് കരുണ പൊഴിക്കു കലിയുഗ ശ്രീ
ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം സ്വാമി ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം ഗുരുപവനപുരേശ രാധാ കൃഷ്ണ ഹരേ പ്രഹ്ലാദ പ്രിയ ഗുരുപവനപുരേശ കൃഷ്ണ കാരുണ്യ സിന്ധോ ശരണം മേ തവ ചരണയുഗം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.